എനിക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിന്ന ചെയ്യില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത പടം, അടുത്ത ആഴ്ച പടം നമ്മൾ റിലീസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു 10 ദിവസം മുന്നേ ഇരുന്ന് കണ്ടു. ഉണ്ടാവാറില്ലല്ലോ. ഇല്ല, ഈ പറഞ്ഞാണെങ്കിൽ പലതും മാജിക്കിലൂടെയാണ് ഓടുന്നത്. എങ്ങനെയാണ് ഓടുന്നത്? 5 ദിവസം കൂടെ അധികം കിട്ടിയിരുന്നെങ്കിൽ ഇരുന്ന് കൈയടിക്കുന്ന ഒരാളെ ചിലപ്പോൾ സ്റ്റാൻഡിംഗ് ഓവേഷനിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു. പ്രൊഡ്യൂസേഴ്സിന് അറിയാത്ത 2 കാര്യങ്ങൾ, ഒന്ന് റൈറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ്, ഒന്ന് എഡിറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ്. പലപ്പോഴും ഈ റിലീസ് ഡേറ്റ് ഡെഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ. ഒരു 1 month ബിഫോർ ഡെഡ് ലൈൻ വെക്കുകയാണെങ്കിൽ എങ്ങനെങ്കിലും ഒരു പ്രീപോൺ പ്ലാൻ എല്ലാവരും പാനിക്കാവും, ആർട്ടിസ്റ്റും പാനിക്കാവും. ഒരു ഫുൾ പടത്തിന്റെ ഒരു പിക്ചർ കണ്ടതിന് ശേഷമേ നമുക്ക് എങ്ങനെ എഡിറ്റ് കൊണ്ടുപോകണം എന്നൊരു ഫൈനൽ ഡിസിഷനിലേക്ക് വരാൻ പറ്റും. ശരിക്കും ഈ പ്രോസസ്സിന് ഒരു പരിധി വരെ ഹെഡ് ചെയ്തിരിക്കുന്ന ആക്ച്വലി ഷറഫേട്ടൻ തന്നെയാണ്. കുറെ കഥകളുണ്ട് ഇതിനകത്ത്. അപ്പം കുറെ ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ കുറെ കഥകളുണ്ട്. ഞങ്ങൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ മ്യൂസിക് ചെയ്യുന്നത് ആ ഫ്ലാറ്റിന്റെ ആ റൂമിന്റെ അപ്പുറത്തെ റൂമിൽ അൽഫോൺസ് എഡിറ്റ് ചെയ്യുന്നുണ്ട്. അന്നാലും എനിക്ക് മെയില് ഓരോ എഡിറ്റ് വരുമ്പോൾ ഏറ്റവും മിനിമൽ റിസോഴ്സസിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു എക്സസൈസിലൂടെ ക്രിയേറ്റേഴ്സ് ആയവരാണ് നമ്മളെല്ലാവരും. എന്തുകൊണ്ടാണ് മലയാള സിനിമ ത്രൈവ് ചെയ്യുന്നത്? അത് ബൈ ദ ബുക്സ് പോകാത്തതുകൊണ്ടാണ്. ഇവിടെ എന്ന് കോർപ്പറേറ്റ് കൾച്ചർ വരുന്നോ അന്ന് മലയാള സിനിമ പോകും. ഈ റെഫറൻസ് മ്യൂസിക് വെച്ച് കട്ട് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. നമ്മൾ ഈ പുറത്തുനിന്ന് ഹാൻഡ് സിമറിന്റെ മ്യൂസിക് വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതൊരിക്കലും വർക്കാവില്ല. ഭയങ്കര ഈസി, സിമ്പിൾ, ഇൻട്രസ്റ്റിംഗ് വാച്ച് ആണ്. ഈ പതിവിൽ നിന്ന് മാറി സിനിമയുടെ മുൻനിരയിലുള്ള താരങ്ങളെല്ലാം പിന്നണി താരങ്ങളാണ് ക്യൂ സ്റ്റുഡിയോക്കൊപ്പം ഉള്ളത്. പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ വിശേഷങ്ങളുമായിട്ട് വിഷ്ണു സൗണ്ട്, അഭിനവാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്, ആനന്ദാണ് DOP, ശ്രീക്കാണ് കളർ ചെയ്തേക്കുന്നത്, രാജേഷ് ബാക്ക് ടു ഫോമിൽ മ്യൂസിക് ചെയ്തേക്കുന്നത്. ഈ നമ്മൾ പെറ്റ് ഡിറ്റക്റ്റീവിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പുതിയ വർക്കുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ അഭിനവിൻ്റെ ലൊക്കേഷനാണല്ലോ വരുന്നത്. എവിടെ എത്തി മോളിവുഡ് ടൈംസ്? മോളിവുഡ് ടൈംസ് ഒരു 18 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബാക്കി നെക്സ്റ്റ് ഷെഡ്യൂളിൽ തുടങ്ങാൻ പോകും. വിത്തിൻ 2 days നമ്മൾ തുടങ്ങും. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പം നന്നായി വരുന്നുണ്ട്, ഹാപ്പിയാണ്. എല്ലാ എക്സ്പെക്ടേഷൻസും ഇനി അതിൻ്റെ മേലെയാണ്. അഭിനവിനെ സംബന്ധിച്ചാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ കണക്ട് ചെയ്ത് വെക്കും. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവും. ഇപ്പം ആളുകൾ കട്ട് ഓഫ് ചെയ്തിട്ടാണല്ലോ ഈ ഷൂട്ടിലേക്കൊക്കെ പോകുന്നത്. അഭിനവിനെ സംബന്ധിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന അത് റീസെറ്റ് ചെയ്യുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ പോകും, ബ്രേക്ക് എടുത്ത് സിനിമയ്ക്ക് പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഇതിന്റെ ഗ്യാപ്പിൽ തന്നെയാണ് മറ്റ് സിനിമകൾ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം ഇത് പെറ്റ് ഡിറ്റക്റ്റീവിന്റെ എഡിറ്റ് ശരിക്കും ഇതിന്റെ പ്രീ പ്രൊഡക്ഷന്റെ പാർട്ടിലാണ് വരുന്നത്. എന്താണ് ഇതിന്റെ ഒരു പ്രോസസ്സ്? ഡയറക്ടോറിയൽ പ്രോസസ്സും എഡിറ്ററുടെ പ്രോസസ്സും രണ്ടാണല്ലോ. ആക്ച്വലി ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തതല്ല. ഇത് പെറ്റ് ഡിറ്റക്റ്റീവ് കഴിഞ്ഞ വർഷം കമ്മിറ്റ് ചെയ്തത്. അപ്പം ഞാൻ ആക്ച്വലി ഇപ്പോഴത്തെ ഇതിന്റെ ടൈം ലൈൻ അനുസരിച്ച് ശരിക്കും പടം റിലീസ് ചെയ്ത് കഴിയേണ്ടതായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അതൊക്കെ മോളിവുഡ് ടൈംസിന്റെ പ്രീ പ്രൊഡക്ഷനിലേക്ക് കയറാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാനിത് കമ്മിറ്റ് ചെയ്തത്. പക്ഷേ ഇതിന്റെ ഷൂട്ട് നമുക്കറിയാം, സിനിമ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം ഒരേപോലെ പോകണമെന്നില്ല. അപ്പം പെറ്റ് ഡിറ്റക്റ്റീവിന് ഷൂട്ട് ഭയങ്കര ഡിലേസ് വന്നു. അവസാനം എഡിറ്റ് നടക്കുന്നത് എൻ്റെ പ്രീ പ്രൊഡക്ഷൻ്റെ ടൈമിലാണ്. അപ്പം അത്യാവശ്യം സ്ട്രെസ്ഫുൾ ആയിരുന്നു, പ്ലാൻ ചെയ്ത പോലെ പോയില്ല. പക്ഷെ ഫൈനലി ഔട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണെന്ന് തോന്നുന്നു. ആനന്ദം അതുപോലെ ഇരിക്കുന്നത് ഭയങ്കര പിടികിട്ടാൻ, മീൻസ് ആനന്ദന്റെ റിസൾട്ട് സിനിമയിലേക്ക് പിടിച്ചു കിട്ടാൻ പാടുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു സെലക്ഷൻ വൈസ് ഒരു സൂപ്പർ സെലക്റ്റീവ് ആണല്ലോ. ഇത് നിങ്ങളൊരു കൈൻഡ് ഓഫ് റീയൂണിയൻ കൂടിയാണല്ലോ. ഷറഫ് ലീഡ് ചെയ്യുന്ന പടം, ഷറഫ് പ്രൊഡക്ഷനുള്ള പടം, ഒരു പ്രേം റീയൂണിയൻ പോലുള്ള ഒരു സംഗതി ഉണ്ടാവും. സന്തോഷമുണ്ട്. വിഷ്ണു ചേട്ടൻ, രാജേട്ടൻ, ഇവരെല്ലാവരും ഞാൻ ആനന്ദം നമ്മൾ ഒരുമിച്ച് മുന്നേ വർക്ക് ചെയ്ത് ചെന്നൈ ടൈംസ് മുതൽ അറിയാവുന്ന ആൾക്കാരാണ്. മോളിവുഡ് ടൈംസ് ആണ് വേറൊരു പടമാണോ? അപ്പോ പിന്നെ ശ്രീക്കാണെങ്കിലും ഒത്തിരി നാളായിട്ട് ഇപ്പൊ കൂടെ ഉണ്ട്. ഭയങ്കര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതർ ഫാമിലി, ഒരു മീൻ അതർ ഫിലിം ഫ്രം ദ സെയിം ഫാമിലി എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ആക്ച്വലി. ഒരു നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തൊക്കെയോ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നന്നായി വന്നിട്ടുമുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് പരിപാടിയിൽ. ഇപ്പോൾ രാജനോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പ്രേമം എന്ന് പറയുന്ന നമുക്ക് എല്ലാ കാലത്തും ഇപ്പൊ പ്രേമം അന്ന് തിയേറ്ററിൽ കണ്ട് ഫസ്റ്റ് ഷോ കണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നെവർ ബിഫോർ എക്സ്പീരിയൻസ് പോലെയാണ്. കാരണം വെച്ചാൽ അടുത്ത ഷോയ്ക്ക് കാണുന്നവർക്ക് പോലും ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. മറ്റേത് ഇവര് ഈ ട്രെയിലർ ഇല്ലാത്ത അല്ലെ അൽഫോൺസിനെ ട്രസ്റ്റ് ചെയ്ത് അൽഫോൺസിന്റെ ഒരു ബോഡി ഓഫ് വർക്കിൽ വിശ്വസിച്ചിട്ട് വന്ന പാട്ടുകളുടെ ഒരു
ഇതിലാണ് കാണുന്നത്. പക്ഷെ തിയേറ്ററിക്കൽ അത് പലതരത്തിലുള്ള സർപ്രൈസ് ഫാക്ടർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിഷ്വൽ, സൗണ്ട് ഡിസൈൻ, അതിൻ്റെ ടോട്ടാലിറ്റിയിൽ തന്നെ ഭയങ്കര സർപ്രൈസ് ആണ്. തിയേറ്ററിൽ പുതിയൊരു സംഗതിയായിരുന്നു, അല്ലെങ്കിൽ പാട്ടിനെ ഫോളോ ചെയ്തിട്ട് വന്നൊരു സംഗതിയായിരുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ പ്രേമം ഉണ്ടാക്കിയൊരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് ഒരേ സമയം തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ്സും, ഇപ്പുറത്തത് നിങ്ങളുടെ ഷോൾഡറിൽ എല്ലാ കാലത്തും ഒരു ഭാരം കയറ്റി വെക്കുന്ന ഒരു സംഗതി ഉണ്ടാവില്ല. ഒരു എപ്പോഴും റെസ്പോൺസിബിൾ ആവണം, അല്ലെങ്കിൽ പ്രേമം നിങ്ങളുടെ ഒരു ബെഞ്ച് മാർക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ എപ്പോഴും വരും എന്നുള്ളത്. ഉണ്ട് അത് ഉണ്ട്. പക്ഷെ മേ ബി അതൊരു റിമൈൻഡറും കൂടിയാണ്. അതുപോലെയൊക്കെ ചെയ്യണം, അത് തന്നെയാണ് പ്രതീക്ഷിച്ച് അതുപോലെയൊക്കെ ചെയ്ത് വരണം എന്നുള്ളൊരു പ്രതീക്ഷ വരുന്ന ക്രിയേറ്റേഴ്സ് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയും അവർക്ക് ഇതാണ്, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങളും വരുന്നത് എന്നുള്ളത് പറയും. പരമായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മേ ബി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് അവർ റിമൈൻഡറും കൂടി ആയിട്ട് എടുക്കാം. പരമായിട്ടില്ല, ഞാൻ തന്നെ ശ്രമിക്കുന്നുണ്ട് അതിനേക്കാളും വലിയൊരു പടം പറ്റുമോ. സോ അത് ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പിന്നെ പ്രേമമൊക്കെ എനിക്കൊന്നും ഉണ്ടാക്കിയ പടമല്ല, അതൊരു ഉണ്ടായ പടമാണ്. സോ ഞാനിപ്പോഴും അത് എല്ലാ സ്ഥലത്തും പറയും. അതിൽ ബട്ടർഫ്ലൈ വരുന്നതൊക്കെ CG ആണെന്ന് ചോദിച്ചവരുണ്ട്. സോ അതൊക്കെ ബട്ടർഫ്ലൈ ഒക്കെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരണം എന്ന് വിചാരിച്ചതാണ്. സോ അതൊക്കെ സംഭവിച്ച പടം. എനിക്ക് തോന്നുന്നു അത് ഇനി ഉണ്ടാക്കാൻ പറ്റുമെന്ന്, അത് ഉണ്ടാവുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് ആ ഒരു അവയർനെസ് എനിക്കുണ്ട്. സോ ഐ തിങ്ക് അത് തന്നെയാണ് അതിൻ്റെ ഒരു ആൻസർ. ഈ വിഷ്ണുവിൻ്റെ ആണെങ്കിലും ശ്രീക്കിൻ്റെ ആണെങ്കിലും ടേബിളിലേക്ക് ഒരു പടം വരുന്നത് ഏതാണ്ട് ഈ പറയുന്നത് കൺസീവ് ചെയ്യപ്പെട്ട് അതിൻ്റെ ഒരു പോസ്റ്റിൻ്റെ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്കാണല്ലോ വരുന്നത്, ഒരു ഫൈനൽ സ്റ്റേജിലേക്കാണല്ലോ വരുന്നത്. ഇപ്പം എല്ലാവരും ചോദിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ സിനിമ കമ്മിറ്റ് ചെയ്യുന്ന ഘട്ടത്തിലായിരിക്കും, കമ്മിറ്റ് ചെയ്യുന്ന ഒരു ഘട്ടമാണ്. മറ്റേത് അവർ പറഞ്ഞ സ്റ്റോറി സംഗതിയൊക്കെ ആയിരിക്കും. ഇത് ഷൂട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എങ്ങനെ ഒരു വളരെ റിലാക്സ്ഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണോ? എന്താണ് നിങ്ങളുടെ ഒരു വേ ഓഫ് അപ്രോച്ച്? എന്താണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തുന്ന സിനിമയുടെ? റിലാക്സ് ചെയ്തിട്ട് അപ്രോച്ച് ചെയ്യാൻ ചാൻസ് കുറവാണ്. മാക്സിമം ഈ പറയുന്ന പോലെ ഏതാണ്ട് റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും വരുന്നത്. എല്ലാ സിനിമകളും അല്ല കേട്ടോ, ഒരുപാട് സിനിമകൾ സ്ക്രിപ്റ്റ് ടൈം മുതലേ വരുന്ന സിനിമകളുണ്ട്. കാര്യം സ്ക്രിപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു ടീമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പ്രോസസ്സിൽ തന്നെ ചിലപ്പോൾ പല സമയത്തും ഇൻവോൾവ് ആയി അങ്ങനെ ഫൈനലൈസ് ആവുന്ന സിനിമകളുണ്ട്. ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ കോൾ ചെയ്യുന്ന സിനിമകളുണ്ട്. ഇപ്പം നമ്മൾ ആദ്യമേ ഇൻവോൾവ് ആവുന്ന സിനിമ, ഇപ്പോൾ പ്രേമമൊക്കെ ഫ്രം ദ ബിഗിനിങ് ഉണ്ട്. ഇപ്പം പെറ്റാണെങ്കിലും അതെ, സ്ക്രിപ്റ്റൊക്കെ ഫൈനലൈസ് ആവുന്നതിന് മുമ്പ് തന്നെ ഷറഫ് അല്ലെങ്കിൽ പ്രനീഷ് അയച്ചിട്ട് കേട്ടിട്ട് ഒന്ന് വായിച്ചിട്ട് പറയടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പം തൊട്ട് ഇൻവോൾവ് ആയി ചെയ്യുന്ന പ്രോജക്റ്റുകളാണ് ഇതൊക്കെ. അല്ലാത്ത ലാസ്റ്റ് മിനിറ്റിലേക്ക് വരുന്ന പ്രോജക്റ്റുകൾ ഒട്ടും റിലാക്സ്ഡ് ആയിട്ടല്ല അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. അത് പെർ ഡേ എന്തൊക്കെ ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു ലൈനപ്പിലായിരിക്കും പോവുക. അതിപ്പോൾ കളറിസ്റ്റും നമ്മളൊക്കെ ഏതാണ്ട് ഒരു എന്താ പറയുക, ആഫ്റ്റർ ഫൈനൽ എഡിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തൊട്ട് റിലീസ് വരെയുള്ളൊരു ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ടൈറ്റായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ശ്രീക്കും എനിക്കൊന്ന് ശ്രീക്കും പലപ്പോഴും നേരിടുന്ന ഒരു സംഗതി ആയിരിക്കാം. കാരണം സിനിമയുടെ സക്സസ്സിനൊപ്പമാണ് പലപ്പോഴും അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക്, അതായത് ഞാനത് VFX-ലാണെങ്കിലും കളറിലാണെങ്കിലും ഓരോ സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോഴും സിനിമയുടെ സക്സസ് ആണല്ലോ നമ്മളെ മെൻഷൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ ആളുകൾ വരുന്നൊരു സംഗതി. പക്ഷെ നിങ്ങൾ ഈ രണ്ട് പരിപാടിയിലും ഒരേപോലെ ആയിരിക്കും വർക്ക് ചെയ്തിരിക്കുന്നത്, മാക്സിമം എഫേർട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. എല്ലാവരും പറയുന്ന സംഗതിയാണ് പോസ്റ്റ് പ്രൊഡക്ഷന്, ബാക്കി പ്രൊഡക്ഷൻ റിലാക്സ്ഡ് ആയിരുന്നു, ഷൂട്ട് റിലാക്സ്ഡ് ആയിരുന്നു. പക്ഷെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തൊരു റിലീസ് സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണെന്ന്. ഏത് സിനിമയുടെയും റിലീസിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് ആരെ വിളിച്ചു കഴിഞ്ഞാലും VFX തീർന്നിട്ടില്ല, അത് ഇന്നത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണല്ലോ ഒരു മേജർ ഫീഡ്ബാക്ക് ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത്, ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്ന സമയത്ത് ഒരു കണ്ടന്റിൻ്റെ സക്സസ്സിലാണ് എപ്പോഴും റീസെൻ്റ് സൈഡ്. ഇപ്പോൾ ലോക വരെയുള്ള നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രേമമാണെങ്കിലും ലോകയാണെങ്കിലും പ്രേമലുമാണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും അതൊരു കേരളത്തിൽ പുറത്തേക്ക് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് സ്റ്റാർ ഡ്രിവൺ സക്സസ് അല്ല, അതൊരു കണ്ടന്റിലാണ്, ക്രാഫ്റ്റിലാണ്. ഈ ശ്രീക്കിന് തോന്നിയ സംഗതി എന്താണ് ഈ നമ്മുടെ ഇവിടുത്തെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സിനാരിയോ? ഇപ്പോൾ പടം തുടങ്ങുന്ന സമയത്ത് ഒരു ജനറൽ ഒരു ഐഡിയ ജസ്റ്റ് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഈ ടുവേർഡ്സ് എൻ്റെ ഒരു സിനാരിയോയിലേക്കായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 75% കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫയൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് പടം, ഇവിടുന്ന് ഇനി ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു ഡിസ്കഷനൊക്കെ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് മലയാള സിനിമയുടെ ഒരു ഫ്ലോ അങ്ങനെയാണ് ടുവേർഡ്സ് എൻഡ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എത്രയും ഫാസ്റ്റായിട്ട് എത്രയും പെട്ടെന്ന് അതിനകത്തൊരു ഡിസിഷൻ എടുത്ത് മാറുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ആക്ച്വലി ചെയ്യാൻ പറ്റുന്നൊരു
ഒരു കാര്യം. അപ്പം ഫസ്റ്റ് പടമായിട്ടൊന്ന് കാണും, റഫായിട്ടുള്ള സൗണ്ടും റെഫറൻസ് മ്യൂസിക്കൊക്കെ വെച്ചിട്ടുള്ള എഡിറ്റർ ഫയൽ ആ ഫയലിനെ ഒന്ന് കണ്ടിട്ട് എന്നിട്ടാണ് യൂഷ്വലി ഇപ്പം സിനാരിയോ എന്താണ് ഏത് പോയിന്റിലേക്ക് എത്തണം. കാരണം ഒരു ജനറൽ ഓഡിയൻസിലേക്ക് എത്താൻ അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാൻ ഇതിനെ ഏത് തലത്തിലേക്ക് നമ്മൾ ഗ്രേഡിങ് വൈസ് കൊണ്ടുവരാം, ഏതൊക്കെ ടോൺ അപ്രോച്ച് ചെയ്യാം, അതായത് ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട് നമുക്ക്. ആ ലിമിറ്റേഷൻസ് എല്ലാം കവറപ്പ് ചെയ്യാൻ എത്രത്തോളം പറ്റും എന്നുള്ള എല്ലാം ഈ ഒരു മൊമെന്റിലാണ് നമ്മൾ ഡിസിഷനിലേക്ക് വരുന്നത്. അത് ഓൺ ദ ഫ്ലോയിലാണ് വരുന്നത്. ഒരു ചിലപ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് അത് കിട്ടിയേക്കാം, ചിലപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ചില പടങ്ങളൊക്കെ ടുവേർഡ്സ് എൻഡ് ലാസ്റ്റ് ഡെലിവറി കൊടുക്കേണ്ട ആ ഒരാഴ്ചയൊക്കെ ആയിരിക്കും ഓക്കെ നമുക്ക് ഇതാണ് ഫൈനൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു സിനാരിയിലേക്ക് ഗ്രേഡ് വരുന്നത്. ഇതേ ഷഫിളിങ്ങും ഇതേ ഡിസ്കഷനും ആക്ച്വലി എഡിറ്റിങ്ങിലും നടക്കുന്നുണ്ട്. ആ ലാസ്റ്റ് മിനിറ്റ് ഫൈൻ ട്യൂണിങ് എങ്ങനെ ഇതിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാം, കുറച്ചുകൂടി ആ ഒരു ധൃതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഡിറ്ററുടെ അവിടുന്ന് ബാക്കിലേക്ക് വരുന്ന VFX, DA, മിക്സിങ്, സൗണ്ട് എല്ലാവരും അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരുന്നു. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടഫായിട്ടുള്ളൊരു ജോലിയാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ആകുക എന്നല്ലാതെ ഇതിനകത്ത് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, മാൻ പവർ ആണെങ്കിലും മിഷൻ പവർ ആണെങ്കിലും എടുക്കാൻ പറ്റുന്നതൊക്കെ മാക്സിമം എടുത്ത് നമ്മളതിനെ മുന്നോട്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ല ശരിക്കും വേറെ ഞാൻ ജനറലി ചോദിക്കുകയാണ്, നമ്മൾക്ക് എപ്പോഴും ഈ പറയുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം ലൈൻ സംബന്ധിച്ച് എപ്പോഴും ഒരു ഡിസ്കഷൻ വരാറുണ്ട്. ഫ്ലെക്സിബിൾ അല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ ഭയങ്കര ആക്ച്വൽ വേർഡാ ധൃതി എന്ന് പറയുന്നത്. ധൃതി എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഉൾപ്പെടുന്ന ഒരു ധൃതിയാണ്. പക്ഷെ ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള പ്രൊഡക്ഷൻ വരും, ഇപ്പോൾ തെലുങ്ക്, ബോളിവുഡ് ഒക്കെ സിനിമ വരുന്ന സമയത്ത് കുറേയും കൂടി പ്ലാൻഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈദ് റിലീസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരത്തെ ഇതെല്ലാം സെറ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വരെ വളരെ നേരത്തെ കാണുന്ന സാഹചര്യം ഉണ്ടാവില്ല. എന്താണ് അത് കേരളത്തിലൊരു ഐഡിയൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈം ലൈൻ എന്താ? അത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല ഐഡിയൽ എന്താ ഈ രീതിയിൽ ഇപ്പൊ ഞാൻ വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഞാൻ എന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം കിട്ടിയില്ലെങ്കിൽ ഞാൻ സിനിമ ചെയ്യില്ല. ഞാൻ ആഷിഖ് ഉസ്മാന്റെ അടുത്ത് ഇപ്പം ഈ മോളിവുഡ് ടൈംസിന് ഞാൻ 5 months മിനിമം പോസ്റ്റ് പ്രൊഡക്ഷൻ വേണം എന്നാണ്. കാരണം എന്റെ സിനിമ ഞാൻ റീകൺസീവ് ചെയ്യുന്ന എഡിറ്റിലാണ്. അപ്പം 3 എഡിറ്റ് മാത്രം മൊത്തം പോസ്റ്റ് പ്രൊഡക്ഷൻ 8 മാസം എടുത്തിട്ടുണ്ട്. 3 എനിക്ക് ഇതിന് 5 മാസം കിട്ടിയേ പറ്റൂ. അടുത്ത പടം ശരിക്കും അതിനൊരു നെഗറ്റീവ് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ റീവർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി പറയാച്ചാൽ മാറും, സിനിമ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഷൂട്ടിൽ ഇപ്പം ഈ 3 എനിക്ക് ഈ ബഡ്ജറ്റ് ഭയങ്കര ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ട് ഷൂട്ടിൽ ഞാൻ ഇംപ്രവൈസേഷൻ ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് പേപ്പറിൽ എഴുതി അതേപോലെ ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എഡിറ്റിൽ ഞാൻ കുറേ ടൈം എടുത്തു. എനിക്കിതിപ്പോൾ എൻ്റെ സെക്കൻഡ് ഫിലിം ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഷൂട്ടിൽ ഞാൻ ഇംപ്രവൈസേഷൻ ചെയ്യുന്നുണ്ട്. ചെയ്യാനുള്ള ബഡ്ജറ്റും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഫ്രണ്ട്ലിയാണ്. ആഷിഖ് ഉസ്മാൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വൃത്തിക്ക് സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അത് പക്ഷേ അതുകൊണ്ട് തന്നെ അത് മാത്രം പോരാ, എഡിറ്റിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് നെക്സ്റ്റ് എന്ത് പോസിബിലിറ്റി, നെക്സ്റ്റ് ലെവലിലേക്ക് പടം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അതിന് ടൈം വേണം. എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എഴുത്ത് സ്റ്റേജ് തൊട്ട് 2 വർഷം എഴുതിയ സിനിമ ഇത് മോളിവുഡ് ടൈംസ്. 2 years ഉണ്ട് ഇതിൻ്റെ എഴുത്ത് മാത്രം. അത് കഴിഞ്ഞതിന് ശേഷം ഷൂട്ടിംഗ് ഉണ്ട് ഒരു 90 days. അപ്പോൾ അത്രയും നമ്മൾ ആ സിനിമയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഒബ്ജക്ടിവിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ സിനിമയുടെ സംബന്ധിച്ച്. അപ്പം എഡിറ്റിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം അതിനൊക്കെ ടൈം വേണം. നമ്മൾ റീതിങ്ക് ചെയ്യാന്ന് പറയുന്നത് ഒരു സാധനം, നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനം അതെങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യും, ഇനി ഇതിന്ന് എങ്ങോട്ട് കൊണ്ടുപോകാം, ഇത്രയാണ് നമ്മൾ ബേസിക്കലി ഈ തീം എത്ര ഭംഗിയായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാം. നമ്മളൊരു തീമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. ആ തീമാണ് നമ്മൾ സിനിമയാക്കി മാറ്റുന്നത്. അപ്പോൾ ആ തീം എങ്ങനെ എത്ര ഭംഗിയായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാം, ഇത് ഏറ്റവും ഓഡിയൻസിന് എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ എത്തിക്കാം, അത് ശരിക്കും കുറേ പ്രൊഡ്യൂസേഴ്സിന് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടില്ല. പ്രൊഡ്യൂസേഴ്സിന് അറിയാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് റൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ഒന്ന് എഡിറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. റൈറ്റേഴ്സിന് പേയ്മെൻറ്റ് കുറച്ചുകൂടി കൂടുതൽ കൊടുത്താൽ റൈറ്റേഴ്സ് കൂടുതൽ സമയം സ്ക്രിപ്റ്റിലിരിക്കും. അവരിങ്ങനെ കുറേ പ്രോജക്ട്സ് എടുക്കില്ല. അപ്പോൾ കുറച്ചുകൂടി അധികം പേയ്മെൻറ്റ് കൊടുത്ത് 2 വർഷം രാമുവാണ് എൻ്റെ റൈറ്റർ മോളിവുഡ് ടൈംസ്. പുള്ളിക്ക് ഞാൻ രേഖാചിത്രത്തിൻ്റെ കഥ രാമു എഴുതി. പക്ഷേ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഫസ്റ്റ് എഴുതാൻ പോകുന്ന മോളിവുഡ് ടൈംസിനാണ്. അപ്പം അദ്ദേഹത്തിന് ഞാൻ 2 years എൻ്റെ കൂടെ തന്നെ ഇരിക്കണം, ഞാൻ നിർബന്ധം പിടിച്ചിട്ട് പുള്ളി ഞാൻ എൻ്റെ കൂടെ തന്നെ ഇരുത്തി എഴുതിച്ചാണ് ഈ പടം. അപ്പം അതുകൊണ്ട് തന്നെ ആഷിഖ് ഉസ്മാൻ്റെ അടുത്ത് ഞാൻ അതിനനുസരിച്ച് റൈറ്ററിന് നല്ലൊരു പേയ്മെൻറ്റ് വേണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കംഫർട്ടബിൾ ആവും, അവരുടെ ലൈഫ് കംഫർട്ടബിൾ ആകുമ്പോൾ തന്നെ അവർക്ക് ഐഡിയാസ് വരും. ഈ ഫൈനാൻഷ്യലി കംഫർട്ടബിൾ അല്ലാതെ ഇരിക്കുമ്പോഴാണ് ക്രിയേറ്റിവിറ്റി വരില്ല. നമ്മൾ ഒരാൾ ഫൈനാൻഷ്യലി കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ അവർക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും.
ഡെയിലി ലൈഫിനെ കുറിച്ച് ടെൻഷൻ ഉള്ളപ്പോൾ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അപ്പം റൈറ്റേഴ്സിന് നന്നായി പേ ചെയ്യുക, പോസ്റ്റ് പ്രൊഡക്ഷന് നല്ലോണം സമയം കൊടുക്കുക, പടം നന്നായി വരും, ഒരു വൃത്തിക്ക് വരും. ഹിറ്റ് ആവോ ഫ്ലോപ്പ് ആവോ നമ്മുടെ കയ്യിലല്ലോ ഉള്ളത്, അത് ഭാഗ്യം വേണം. അത് ലക്കാണ്, അത് ലക്കാണ്, അത് timing ആണ്. ഇതൊരു കോർ പോയിന്റ് ആണല്ലോ. ഇപ്പം എപ്പോഴും സിനിമയുടെ നമ്മളൊരു ഫെസ്റ്റിവൽ റിലീസ് ആണെങ്കിലും നോൺ ഫെസ്റ്റിവൽ റിലീസ് ആണെങ്കിലും ഈ ടെക്നീഷ്യൻസ് ഹാപ്പിയാണ്. നമ്മൾ അവരുടെ ഒരു ഹാപ്പിനെസ് കോഡ് എടുത്തു കഴിഞ്ഞാൽ ടെക്നീഷ്യൻസ് ഇപ്പൊ ചിലപ്പോൾ സക്സസ് ആയ സിനിമ, ഭയങ്കര ഹ്യൂജ് സക്സസ് ആയ സിനിമയിൽ പോലും ടെക്നീഷ്യൻസ് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു 5 ദിവസം അധികം കിട്ടിയിരുന്നെങ്കിൽ, അതായത് അവര് ചിലപ്പോൾ ഒരു തിയേറ്ററിൽ ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല വിഷ്വൽ ക്വാളിറ്റിയുള്ള സ്ഥലത്ത് പോലും അവരുടെ ഏതെങ്കിലും ഒരു നിരാശ പറഞ്ഞിട്ടായിരിക്കും ഞങ്ങളുടെ വർക്ക് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊരു 5 ദിവസം അധികം കിട്ടണമായിരുന്നു. അപ്പൊ ഈ പറയുന്ന പോസ്റ്റ് പ്രൊഡക്ഷനിലുള്ള അല്ലേ, എനിക്കൊന്ന് വിഷ്ണുത്തത് എല്ലാം വിഷ്ണുവിനോട് ഏതെങ്കിലും പടം ഭയങ്കര സക്സസ് ആയ സിനിമയാണെങ്കിലും വിഷ്ണുവിനെ വിളിച്ചു കഴിഞ്ഞാൽ വിഷ്ണു ആദ്യം ചേട്ടാ എനിക്ക് 5 ദിവസം അധികം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതിലും അല്ല, ഞാൻ പറയുന്നത് 5 ദിവസം കൂടെ അധികം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഇരുന്ന് കൈയടിക്കുന്ന ഒരാളെ ചിലപ്പോൾ സ്റ്റാൻഡിങ് ഓവേഷനിലേക്ക് എത്തിക്കാൻ പറ്റുമായിരിക്കും. ആ ഒരു ലിഫ്റ്റ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ഒരു റിപ്പീറ്റ് വാച്ചിലേക്ക് എത്തിക്കാൻ പറ്റുമായിരിക്കും. അതൊക്കെ നമുക്ക് ആ ലാസ്റ്റ് മിനിറ്റിലുള്ള ഫൈൻ ട്യൂണിങ്ങിലാണ്. ശരിക്കും പറയുന്നത് ഒരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. സോ അതിന്റെ ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് നടക്കുന്ന പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്. അപ്പം എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പൊ അബിക്കുള്ള ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റി ബേസിക്കലി വേണ്ട ഡയറക്ടറിന് തന്നെയാണ്. ഡയറക്ടറാണ് ഒരു പടം എങ്ങനെ വേണമെന്ന് ആദ്യം പോലെ കൺസീവ് ചെയ്തിട്ട് പിന്നീടാണ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്, പ്രൊഡ്യൂസർ ഉണ്ടാകുന്നത്, അതിലേക്ക് ടെക്നീഷ്യൻസിനെ ആരൊക്കെ വേണമെന്ന് ചൂസ് ചെയ്യുന്നത് ഡയറക്ടറാണ്. സോ എന്തുകൊണ്ട് ആ ടെക്നീഷ്യനെ അയാൾ ഓപ്റ്റ് ചെയ്യുന്നു? അയാളുടെ സ്കില്ലിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു പേരിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അയാൾക്ക് വേണ്ടത് അയാൾക്ക് വേണ്ട. ഞാനിപ്പോൾ എന്നെ ഒരാൾ ചൂസ് ചെയ്യുമ്പോൾ ഞാനൊരു സമയം പറയും, അതൊരിക്കലും ഒരു ലാവിഷായിട്ടുള്ള സമയമായിരിക്കില്ല. എന്നെ സംബന്ധിച്ചുള്ള ആ കണ്ടന്റ് എനിക്ക് ക്രിയേറ്റീവായിട്ട് തന്നെ അപ്രോച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ട ഒരു സമയമായിരിക്കും ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് ആദ്യം ഞാൻ ഡയറക്ടറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അത് ഓക്കെ, അത് ഓക്കെയാണ്, അത്രയും സമയം നമുക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇത് ടുവേർഡ്സ് എൻഡിലേക്ക് പോകുമ്പോൾ ആ പറഞ്ഞതിൻ്റെ പകുതിയിൽ താഴെ സമയം ഉണ്ടാവുള്ളൂ. ഇതിന് പല കാര്യങ്ങളുണ്ടാവും. ഷൂട്ടിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഡിലേസ്, അതിനുശേഷം എഡിറ്റിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഡിലേസ്. ഈ എഡിറ്റിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഡിലേസ് എന്ന് പറഞ്ഞാൽ എഡിറ്ററിൻ്റെ പ്രശ്നമായിരിക്കില്ല, ആ പുള്ളിയുടെ ടൈമിനനുസരിച്ചായിരിക്കത്തില്ല നമ്മൾ ഇവർ ഷൂട്ട് ചെയ്തിട്ട് കണ്ടന്റ് കൊണ്ട് ചെല്ലുന്നത്. ഇപ്പോൾ അബി പറഞ്ഞ പോലെ തന്നെ അബി ഒരു സമയം വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഒരു പടം എഡിറ്റ് ചെയ്യാനായിട്ട്. ആ സമയത്ത് വന്നില്ലെങ്കിൽ അബിയുടേതായിട്ടുള്ള അടുത്ത കാര്യങ്ങളിലേക്ക് അബിക്ക് പോകേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ക്ലാഷ് ആവും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യം ഡയറക്ടറിൻ്റെ മൈൻഡിലുണ്ടാവും, ഡയറക്ഷൻ ടീമിൻ്റെ മൈൻഡിലുണ്ടാവും. അത് പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസറിന് കൺവിൻസ് ആവണം, പ്രൊഡ്യൂസർ അത് മനസ്സിലാക്കണം. ഈ പറയുന്ന പോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ ഇരിക്കുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, മനസ്സിലാക്കി നിൽക്കുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് മലയാള ഇൻഡസ്ട്രി മാത്രമല്ല കേട്ടോ, ഇത് ഇന്ത്യൻ സിനിമയിലുണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഹോളിവുഡിലൊക്കെ ഇതൊക്കെ കൂടുതലും വെൽ പ്ലാൻഡ് ആയിട്ടാണ്. കാര്യം എനിക്കറിയാവുന്ന കുറച്ച് സൗണ്ട് ഡിസൈനേഴ്സ് ഒക്കെ ഉണ്ട്, അവർ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും പുറത്തുനിന്നുള്ള പടങ്ങൾ ആണ് മോസ്റ്റ്ലി അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു വിഷ്വൽ ഫൈനൽ ലോക്ക്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റിങ് നടക്കില്ല. നമ്മളിവിടെ അങ്ങനെയല്ല, ഇത് എഡിറ്റിങ്ങിന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കോർ വന്നിട്ടുള്ള ഒരു എഡിറ്റ് ഉണ്ടാവും, സ്കോർ അപ്പം വരാണ്ടില്ല എന്ന് വെച്ചാൽ മ്യൂസിക് ഡയറക്ടർ വേറെ ചിലപ്പോൾ വേറെ കമ്മിറ്റ്മെന്റിൽ ബിസി ആയിരിക്കും. പുള്ളി അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ റിലീസ് ഡേറ്റുമായിട്ട് അടുത്ത് കഴിഞ്ഞിട്ടായിരിക്കും സ്കോർ വരിക. അപ്പോൾ ഈ സ്കോർ വെച്ചിട്ട് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അപ്പോൾ വിഷ്വലും ഓഡിയും കൊണ്ടുള്ള സിങ്ക് പ്രോപ്പർ ആവും, അത് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ബ്യൂട്ടി ആയിരിക്കും. അപ്പോൾ ഇത് നടക്കാൻ വേണ്ടിയിട്ട് എഡിറ്റർ വെയിറ്റ് ചെയ്യും. അപ്പോൾ സ്കോർ വന്നിട്ട് എഡിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പം സൗണ്ട് ആണെങ്കിലും കളറിങ് ആണെങ്കിലും ഒക്കെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മൾ റിലീസ് ഡേറ്റിലേക്ക് അടുത്തിട്ടുണ്ട്. അവിടെയാണ് ഈ 5 ദിവസം 10 ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു തോന്നലിൽ നമ്മൾ ഇതിൻ്റെ ഔട്ട് കൊടുക്കേണ്ടി വരിക. പക്ഷേ നമുക്കിത് എന്തായാലും നമ്മുടെ പ്രോഡക്റ്റാണ്. നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്നതിനകത്തുനിന്ന് ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉറക്കം ചിലപ്പോൾ അറിയാതെ പോയി നിൽക്കും, ഭക്ഷണം ചിലപ്പോൾ മിസ്സായി നിൽക്കും, നമ്മൾ ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ചിലപ്പോൾ കണക്ഷൻ പോയി നിൽക്കും. ഇതെല്ലാം നമ്മൾ അറിയാതെ നമ്മൾ വിട്ടുപോയിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ മാക്സിമം എഫേർട്ട് ചിലപ്പോൾ ഒരു 50 ദിവസത്തിൽ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യേണ്ട സാധനം ചിലപ്പോൾ ഒരു 20 ദിവസത്തിൽ ഹെക്റ്റിക് ആയിട്ടായിരിക്കും ചെയ്തു വിടുക. അപ്പോൾ പിന്നീട് നമ്മളിത് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഈസിലി ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക മിസ്റ്റേക്കുകൾ നമുക്ക് ഇത് എത്താൻ പറ്റും. അപ്പൊ നമ്മൾ ആലോചിക്കും കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ അത് ഇനിയും നന്നാക്കായിരുന്നു. മിക്സിലും ആണെങ്കിലും ഗ്രേഡിലാണെങ്കിലും ഒരു റൗണ്ട് മേജർ ഗ്രേഡ് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം ബ്രേക്ക് എടുത്ത് റീഫ്രഷ് ആയിട്ട് കണ്ണൊക്കെ ഒന്ന് റീഫ്രഷ് ആയിട്ട് ഒന്ന് കൂടി കാണുമ്പോൾ നമുക്ക് പുതിയത് കുറച്ചുകൂടി തോന്നും. അതാണ് സംസാരിച്ചിരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത് വേറെ തരത്തിലൊരു പ്രൊഡക്ഷൻ എഞ്ചിൻ പോലെ ഒരു പ്രൊഡ്യൂസർ ഗൈഡ് ലൈൻ പോലെ ആയിട്ട് നിങ്ങൾ ഇതിലൊരു സംസാരിക്കുന്നത് അല്ല, ഒരു പ്രൊഡ്യൂസർ ഇത് എടുത്ത് കാണുവാണെങ്കിൽ ഓക്കെ ഇതിലിങ്ങനെ ഒരു ലാക്ക് ഓഫ് അവയർനെസ് അതിൽ ഫാക്ടർ ആയിരിക്കും.
പിന്നെ ഇവർക്ക് കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് ഇന്നയാളെ ഏൽപ്പിച്ച 5 ദിവസം കൊണ്ട് ചെയ്തു തരും, ഇന്നയാൾ 10 ദിവസമായിരിക്കും. അപ്പൊ ഒരു ക്രാഫ്റ്റിനെ അത് ഭയങ്കര റോങ് ജഡ്ജ്മെന്റ്. കാരണം അത് ഓരോ സിനിമയെ സംബന്ധിച്ച് സമയം മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ഇന്ന സിനിമക്ക് 5 ദിവസം തീർന്നു വെച്ചിട്ട് മറ്റേ സിനിമ ചിലപ്പോൾ ഒരു മാസം എടുത്തു വരും. ഓരോ സിനിമയുടെ റിക്വയർമെന്റ് ഓരോന്നല്ലേ, അത് സ്ക്രിപ്റ്റ് അനുസരിച്ച് മാറും. ഷർട്ട് തയ്പ്പിച്ച് കിട്ടുന്ന പോലെയോ വേറെ എന്തെങ്കിലും സംഗതിയുടെ ഡെലിവറി ടൈം പോലെ ഈ നമ്മളെ മറ്റേ ഇൻസ്റ്റന്റ് ആപ്പുകളുടെ ഡെലിവറി 5 മിനിറ്റ് കൊണ്ട് ഇത് കിട്ടുന്നതാണ്, മറ്റേത് 1 മണിക്കൂർ. ഈ ഒരു കമ്പാരിസൺ ഭയങ്കരമായിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ നിങ്ങൾ കുറെ സമയം എടുക്കും, ഇന്ന കളറിസ്റ്റ് ആണെങ്കിൽ ആ പുള്ളിക്ക് കുറെ സമയം കൊടുക്കേണ്ടി വരും എന്നല്ല. അപ്പൊ ക്രാഫ്റ്റിന് ഒരു പക്ഷേ ഈ പറയുന്ന ടൈമും അല്ലെങ്കിൽ ഒരു സ്പീഡി ഡെലിവറി എന്നുള്ള രീതിയിലേക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ പുറത്ത് എന്തൊരു കാര്യത്തിനും ഇപ്പൊ പറഞ്ഞ പോലെ ഷർട്ട് തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവര് പറയുന്ന ടൈമിൽ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എന്ത് ഇതാണെങ്കിലും ഇപ്പൊ ഒരു നമ്മളൊരു എന്താ പറയുക, നമുക്കിപ്പോ ഒരു വാഷിംഗ് മെഷീൻ കേടായി, അതിന്റെ സർവീസ് എഞ്ചിനീയർ അവരുടെ ടൈമിൽ വരുള്ളൂ. ഇത് പുറത്ത് എന്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ സമയത്തിന് വരുള്ളൂ. ഇല്ല സാറേ നടക്കില്ല, ഇപ്പൊ നമ്മുടെ കാറ് സർവീസിന് കൊടുത്തുന്നിരിക്കുക, ഇല്ല സാർ ഇപ്പൊ ബുക്കിംഗ് ഉണ്ട്, ബാക്കി അസൈൻഡ് ആണ്, ഇത് മറ്റന്നാളെ കിട്ടുള്ളൂ, ഇല്ല എനിക്ക് ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറയുള്ളൂ. നമുക്ക് അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇല്ല, നമുക്കത് ചെയ്തു കൊടുക്കാൻ. അല്ലെങ്കിൽ അബി പറഞ്ഞ പോലെ ഇല്ല ഞാൻ ചെയ്യുന്നില്ല, അപ്പൊ നമ്മൾ അങ്ങനെ ഒരുപാട് പ്രോജക്ട്സ് സ്കിപ്പ് ചെയ്യാറില്ല. എനിക്കത് എഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനെന്ന് പറയുന്നത് എനിക്ക് പ്രോജക്റ്റ് വൈസ് സിനിമ ചെയ്യാൻ അറിഞ്ഞൂടാ. എനിക്ക് ഒരു തീം എൻ്റെ മനസ്സിൽ വന്ന് അതെനിക്ക് ചെയ്യാനേ താല്പര്യം ഉണ്ടാവും. എനിക്ക് ഭയങ്കര പേഴ്സണലാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ 2 വർഷം എടുത്തിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത് തന്നെ. മിനിമമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഇത് മോളിവുഡ് ടൈംസ് മിനിമമാണ് 2 years എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എൻ്റെ ആയുസിൽ 3 വർഷം ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി 3 കൂടുതൽ വർഷം ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇരിക്കുകയാണ്. അതിനുള്ള റെമ്യൂണറേഷൻ ചിലപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. അത് അത്രയും എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ 5 മാസം പോസ്റ്റ് പ്രൊഡക്ഷൻ കിട്ടിയില്ല, ഞാൻ സിനിമ ചെയ്യണം. മിനിമം 5 കിട്ടിയില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ്. എഴുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എഡിറ്റിംഗ് ആണ്. എന്റെ മനസ്സിൽ അതാണ്. എഴുത്തും എഡിറ്റിംഗും ഹാൻഡ് ഇൻ ഹാൻഡ് ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ്. എഴുത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റും. അതില്ലാതെ ആ സിനിമ ഫുൾ ഔട്ട്പുട്ട് വരില്ല. പിന്നെ എന്തിനു സിനിമ ചെയ്യണം, പിന്നെ എന്തിന് ഇത്രയും വർഷം ഞാൻ മാറ്റി വെക്കണം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്? അങ്ങനെ വെച്ചാൽ പ്രോജക്ട് വൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകാം. ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് വരുന്നു, ഒരു വർഷം അതെ അതെ, അതെനിക്ക് പറ്റില്ല. എനിക്ക് ഐ എം നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ കുറ്റം പറയല്ല, അവർ നന്നായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് ആ കേപ്പബിലിറ്റി ഇല്ല. എനിക്ക് ഇങ്ങനെ സിനിമ ചെയ്യാനേ കേപ്പബിലിറ്റി ഉള്ളൂ. എൻ്റെ ലിമിറ്റഡ് ടാലന്റ് വെച്ച് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഡെലിവറി ചെയ്യാൻ ഈ സമയം വേണം. അതില്ലാതെ എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഞാൻ ഒരു ടീം വർക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ ഞാൻ പറയുന്നത് പ്രൊഡ്യൂസേഴ്സിനെ ഇപ്പോൾ ഒരാളെ മാത്രം ബ്ലെയിം ചെയ്തിട്ടില്ല, ഒരു ഹോൾ ടീമാണല്ലോ. ഇപ്പോൾ ഷൂട്ടിന്റെ സമയത്ത് ഇന്ന സാധനം അവൈലബിൾ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന ലൊക്കേഷൻ, അല്ലെങ്കിൽ ഇന്ന എക്യുപ്മെന്റ്, ഇങ്ങനെയുള്ള പല സാധനങ്ങളിലും വരുന്ന ഡിലേ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഷൂട്ടിംഗ് ഡേയ്സിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സബ്ജക്റ്റ് ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ സബ്ജക്റ്റ് ഷൂട്ട് ചെയ്യാൻ ഇത്ര ദിവസം വേണമെന്ന് ഒരു ഡയറക്ടർ പറയുമ്പോൾ അതിനെ ഡയറക്ടറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിനകത്ത് എന്തോരോ കുറച്ചുകൂടെ നേരത്തെ ആക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഇല്ല കുറച്ച് ദിവസം കൂടെ എടുത്തോ എന്ന് പറഞ്ഞ് പ്രോപ്പർ പ്ലാൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം പ്രൊഡക്ഷൻ്റെ അടുത്ത് നിന്ന് ഡയറക്ടറിന് ഉണ്ടാവണം. അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവിഷൻ ഉണ്ടാവണം. ഇതിപ്പോൾ എനിക്കൊരു കണ്ടന്റ് വന്നില്ലെങ്കിൽ ഞാൻ ഡയറക്ടർ വിളിച്ചിട്ട് രാജേഷിനെയോ അല്ലെന്നുണ്ടെങ്കിൽ അബിയോ ഞങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയാണ് അവിടെ. അവിടെ ഒരു പ്രൊഡക്ഷൻ എഞ്ചിൻ ഇല്ല. ഈ പറയുന്ന നേരത്തെ ഈ പറഞ്ഞ ഒരു ഹോളിവുഡ് എക്സാമ്പിൾ പറയുമ്പോൾ അവിടെ ഒരു പ്രൊഡക്ഷൻ എഞ്ചിൻ ഉണ്ട്, അതിനൊരു പ്രോപ്പർ മെക്കാനിസം ഉണ്ട്. ഇത് നിങ്ങൾ 1-2 പേർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് തരുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള അറിഞ്ഞ് സംസാരിക്കും. ഇപ്പൊ രാജേഷ് പറയണേ എനിക്കൊരു 2 days കൂടെ വേണമെന്ന് പറയുമ്പോൾ എന്തിനാണ് 2 days എന്ന് ആ ക്രിയേറ്റീവിലും കൂടെ അറിഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇതിനകത്ത് വേണം എന്നുള്ളത്. ഇപ്പം ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷെ കുറെ അധികം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് മലയാള സിനിമയിൽ. അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അവർക്ക് നമ്മളിപ്പം ആഷിഖ് ഉസ്മാന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട്. അതെ, ഫ്രം ദ ബിഗിനിങ് അബിയുടെ ഇഷ്ടത്തിന് ചെയ്യുന്നു പറഞ്ഞിട്ട് ലൈക്ക് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ പ്രൊഡക്ഷനിൽ. അപ്പൊ ഞാൻ അത് എടുത്ത് പറയേണ്ട കാര്യം ടൈം ലൈൻ ഉള്ളതിനേക്കാളും നിങ്ങളുടെ ഒരു ക്രാഫ്റ്റിന് വേണ്ട നിങ്ങളുടെ ബോഡി ഓഫ് വർക്കാണ് കൺസിഡർ ചെയ്യുന്നത്. ആഷിഖ് നന്നായിട്ട് ഇറങ്ങി പടത്തിന്റെ കോർ മനസ്സിലാക്കി അതിന് ആര് വേണം എന്ന് പോലും ഒരു ഐഡിയ ഉള്ള പ്രൊഡ്യൂസാണ്. ഇത്ര സമയം എടുക്കും അത് കൃത്യമായിട്ട്. ഇപ്പം ഞാൻ കുറെ അധികം പടങ്ങൾ ചെയ്തിട്ടുണ്ട് ആഷിഖിന്റെ. അപ്പൊ ആഷിഖ് ഇങ്ങനെ ചോദിക്കും മച്ചാൻ എത്ര ദിവസം വേണം, അപ്പൊ ഓക്കെ അതിനനുസരിച്ച് നമുക്ക് മ്യൂസിക് ഡയറക്ടറിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ആ ഒരു കോർഡിനേഷൻ ആഷിഖിനുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് ആഷിഖിന്റെ സിനിമകളുണ്ട്. ടോട്ടലി നമ്മളൊരു ഫൈനൽ പ്രോഡക്റ്റിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആരും സെൽഫിഷ് ആയിട്ട് നമുക്ക് ഇത്ര സമയം എന്ന് പറഞ്ഞിട്ട് ഒരു ഈഗോ അല്ല ഇത്. അവിടെ ആണ് ഈ പറയുന്ന ഒരു ടീം ഇല്ലാത്ത സിനിമകൾക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നമ്മൾ വർക്കിംഗ് ചെയ്യണം, അതിനിടയ്ക്ക് നമ്മൾ കണ്ടന്റ് സോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റിംഗ് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ പിന്നീട് എന്തുകൊണ്ട് ഇപ്പോൾ റിലീസ് ഡേറ്റ് അടുക്കുമ്പോൾ
നമുക്കൊരു എഡിറ്റ് വരും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മ്യൂസിക് സ്കോർ മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സ്കോർ ചേഞ്ച് ചെയ്യണം. ഈ സ്കോർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വന്ന് കേൾക്കുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടറിന്റെ അടുത്ത് പോയിരുന്നിട്ട് ഒരു ജഡ്ജ്മെന്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വിട്ട് റീവർക്കുകൾ ഒഴിവാക്കാം. പക്ഷെ അതൊക്കെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ഒരു കോർഡിനേഷൻ ഇല്ലായ്മ കൊണ്ട് അതൊക്കെ മിസ്സായിട്ട് ഫൈനൽ സ്റ്റേജിൽ 2-3 days ഉള്ളപ്പോഴേക്കും ഈ ഒരു ഫുൾ ഹെക്ടിക് ആയിട്ടുള്ള ഒരു അവസ്ഥ വരുന്നത്. ഇത് മാറിയാൽ ഉറപ്പായിട്ടും ഓഡിയൻസിലേക്ക് പോകുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ലെവൽ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഹൈ ആവും. അതിനനുസരിച്ച് പ്രൊഡക്ഷൻ വാല്യൂ, റിട്ടേൺ ഓഫ് മണി എന്ന് പറയുന്ന അവസ്ഥ കൂടുതൽ. ഈ ആനന്ദ് അതില് ഇപ്പൊ ഇവര് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാച്ച ആനന്ദാണ് ഒരു പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇനീഷ്യലി ഓൺ ബോർഡ് ചെയ്യപ്പെടുന്ന ആ ട്രാവൽ ഏറ്റവും തുടക്കത്തിൽ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ഫെയർ അൺഫെയർ സിനാരിയോ എന്താണ് ഒരു സിനിമയുടെ കാര്യത്തിൽ പ്രീ പ്രൊഡക്ഷൻ ടു ഈ ഫൈനൽ ഔട്ട് എന്നുള്ള രീതിയിൽ? അതിപ്പം ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് പറ്റില്ല മനുഷ്യർ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ള മെയിൻ കാരണങ്ങൾ. ഒരു മേജർ ചങ്ക് ഓഫ് മണി ഗോയിങ് ഇൻ ടു പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി ഓർ ടിൽ പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി, അതിൻ്റെ അകത്ത് ഓൺ ദ കോഴ്സ് ഓഫ് ടൈം നമ്മൾ കുറച്ചും കൂടിയും ഒരു ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ വന്നിട്ടുണ്ട്. മറ്റേതിലേക്ക് ഈ പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് ജനറലൈസ് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ കഴിവുള്ള പ്രൊഡ്യൂസേഴ്സോ ഓർ കഴിവുള്ള ഡയറക്ടേഴ്സോ ഓർ കഴിവുള്ള ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സോ ഇതിൻ്റെ പ്രോസസ്സ് കുറച്ചും കൂടി സ്മൂത്തായിട്ട് സെറ്റ് ചെയ്യും. ഫ്രം ദ ഡേ വൺ ഇൻസെപ്ഷൻ മുതൽ റിലീസ് ഡേ നൂൺ ഷോ വരെയുള്ള പരിപാടി അവരുടെ തലയിൽ ഇൻക്ലൂഡിങ് മാർക്കറ്റിംഗ് പ്ലാൻഡ് ആയിരിക്കും. അത് അന്ന് റിലീസിൻ്റെ അന്ന് ഏത് തിയേറ്ററിലായിരിക്കും ക്രൂ പോകുന്നത്, വൈകുന്നേരം എവിടെയായിരിക്കും എല്ലാവരും കൂടി കൂടുന്നത് അടക്കം വരെ ഒരു ഡയറക്ടർ ഡിസൈൻ ചെയ്തിട്ട് ഉള്ള ഡയറക്ടേഴ്സിനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ജൂലൈയിൽ സ്ക്രിപ്റ്റ് കേട്ട് ഞാൻ കൈ കൊടുത്ത് ഓഗസ്റ്റിൽ ഷൂട്ട് ചെയ്ത് നവംബറിൽ പടം റിലീസ് ചെയ്തിട്ടുണ്ട്. ഹെലൻ അങ്ങനെ ചെയ്ത പടമാണ്. പക്ഷേ ടൈം എടുത്ത് അൽഫോൻസ് ചേട്ടനും അൻബുക്കൊക്കെ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഫ്രീഡത്തോടു കൂടി ആ സ്പേസ് എടുത്ത് അങ്ങനെ വർക്കിനെ അപ്രോച്ച് ചെയ്ത് ഈ പറയുന്ന ഓൺ ദ കോഴ്സ് ഓഫ് 1.5 years കൊണ്ട് ഒരു പടം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാരെങ്കിലും ഇതിന്റെ റോൾ എടുക്കണം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ തലയിൽ ഇതിന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട് എന്ന് ഇപ്പം അഭി പറയുന്ന പോലെയോ മറ്റു ഡയറക്ടേഴ്സ് പറയുന്ന പോലെയോ ഒരാൾ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രൊഡക്ഷൻ എഞ്ചിനെ പലപ്പോഴും ഈ റിലീസ് ഡേറ്റ് ഡെഡ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ. ഒരു 1 month ബിഫോർ ആയിട്ട് ഡെഡ് ലൈൻ വെക്കുകയാണെങ്കിൽ എങ്കിലെങ്കിലും അത് എല്ലാരും പാനിക്കാവും, ആർട്ടിസ്റ്റും പാനിക്കാവും. കാരണം ഈ റിലീസ് ഡേറ്റിൽ ഒരു ഐഡിയ വന്നു, അത് ട്രൈ ചെയ്യണമെന്ന് DOP പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു സിനാരിയിലേക്കാണ് വരുന്നത്. കാരണം ഇതാണ് ഡെഡ് ലൈൻ. അതുവരെ ഇങ്ങനെ എല്ലാവരും അതിനനുസരിച്ച് പോകുന്നത്. ഈ റിലീസ് ഡേറ്റിൽ വേറൊരു ഹിഡൻ സംഭവം ഉണ്ട്. റിലീസ് ഡേറ്റ് ഇപ്പൊ 26 എന്ന് വെക്കുക, നമ്മളൊരു 10 days പ്രയർ ഔട്ട് കൊടുക്കണം ഈ ഓവർസീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും 26 എന്നുള്ള ഡേറ്റ് വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വൽ ഡേറ്റ് ഇസ് ലൈക് 10 days ബിഫോർ 16th ആയിരിക്കാം. ഈ റിലാക്സ്ഡ് ആയിട്ട് ഡേറ്റ് ഉണ്ടല്ലോ എന്നുള്ളത് വളരെ ഒരു സിമ്പിൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കറിയില്ല എത്ര പേര് ഫുൾ ക്രൂ അല്ലെങ്കിൽ HODs ഇരുന്നിട്ട് ഇതാണ് നമ്മൾ ചെയ്ത പടം, അടുത്ത ആഴ്ച പടം നമ്മൾ റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 10 ദിവസം മുന്നേ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഉണ്ടാവാറില്ലല്ലോ. ഇല്ല, ഒരുപാട് ഫൈനൽ ഗ്രേഡ് ചെയ്ത സാധനം ഡയറക്ടർക്ക് പടം കാണാൻ പറ്റാതെ തിയേറ്ററിലാണ് സിനാരിയോ ഉണ്ടായിട്ടുണ്ട്. കാരണം പുള്ളിക്ക് മിക്സിലിരിക്കണം, മിക്സിൽ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ക്യൂബിന്റെ പ്രിവ്യൂലൊക്കെയാണ് ആക്ച്വലി ഇത് സംഭവിച്ചത്. അതൊരു പെർഫെക്റ്റ് ഔട്ട് അല്ലല്ലോ. അല്ല, ഞാൻ അതെന്താണ് എന്ത് ഫോർമാറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. പെർഫെക്റ്റ് ഔട്ട് വിടും, ഔട്ടൊക്കെ എന്ത് ആയിക്കോട്ടെ. ഒരു ക്രിയേറ്റീവ് പ്രോസസ് ഫ്രം വാട്ട് എവർ ഇൻവെസ്റ്റ്മെന്റ്, മെന്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി, ടൈം വൈസ് ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി. നമ്മൾ 30th റിലീസ് ആവുന്ന പടം 15th നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കാണാം, എങ്ങനെയുണ്ടെന്ന് നോക്കുന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതുവരെ ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക്. പക്ഷെ ഈവൻ ഇപ്പം അമലേട്ടൻ പോലത്തെ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബിഫോർ ബൊഗെയിൻവില്ലൊക്കെ നമ്മൾ ഏകദേശം ആ ഒരു അവസ്ഥയിൽ ഞാനും അമലേട്ടനും ഒക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഫൈനൽ മിക്സും ഫൈനൽ ഗ്രേഡും ഒക്കെ ആയിട്ട് ഇരുന്ന് കണ്ടു. അപ്പൊ നമുക്ക് തന്നെ ഇതാണല്ലേ പടം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നമ്മൾ തൃപ്തിയുണ്ട്. അത് അല്ലെങ്കിൽ അത് നടക്കുന്നത് ക്യൂബിലാണ്. ആക്ച്വലി ക്യൂബിൽ 5 ദിവസം മുന്നേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആണ് നമ്മൾ അങ്ങനത്തെ ഒരു ഔട്ട് കാണുന്നത്. പോയി കഴിഞ്ഞു അല്ലേ? ഇത് കൃത്യമായിട്ട് മനുഷ്യരുടെ ഇപ്പൊ ഞാനൊരു റിലീസ് ഡേറ്റ്, ഞാൻ ലാസ്റ്റ് ഓഡിയോയുടെ ഔട്ട് എൻ്റെ ചെയ്യുന്നതാണ്.
അപ്പോൾ ഞാൻ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം ഇത്രാം തീയതി ആണ് റിലീസെങ്കിൽ ഇത്രാം തീയതി 4 സീസണുള്ള ഔട്ട് പോകണം. അത് പെർഫെക്റ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അന്നായിരിക്കണം ഒരു സേ ഫോർ 10 days പ്രയറായിട്ട് നമ്മൾ മിക്സ് ലോക്ക് ചെയ്യണം. മിക്സ് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഞാൻ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും മിക്സിന് എത്ര ദിവസം വേണം, അതിന് മുമ്പ് ഡിസൈൻ എത്ര ദിവസം വേണം, അങ്ങനെ സൗണ്ട് എഡിറ്റിന് ഫോളി ഇത്ര ദിവസം വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് പറയും. ഇന്ന് എനിക്ക് വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഈ ദിവസം എനിക്ക് വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ആ ദിവസം എനിക്ക് ഫൈനൽ ലോക്ക് ചെയ്ത് തരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറയുന്ന ഒരു സീരിയസ്നെസ് ഉണ്ട്, അത് കേൾക്കുന്ന ആൾ അപ്പം അത് സീരിയസ്നെസ് എടുക്കും. പിന്നെ ഈ മേ ബി ഒരു 1.5 months അല്ലെങ്കിൽ 2 months എന്നുള്ള സാധനത്തിനിടയ്ക്ക് ഇത് ഇങ്ങനെ ഓൾട്ടറായി ഡിലേ ആവുകയുള്ളൂ. നേരത്തെ കിട്ടുക എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഓൺ ടൈം കിട്ടുക എന്നുള്ള പ്രോസസ്സ് വളരെ കുറവാണ്. അത് ഡിലേ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ടൈമിലെല്ലാം മാറിക്കൊണ്ടിരിക്കും. അവിടെയാണ് ഈ പറയുന്നത് നമുക്ക് പിന്നീട് ഒന്ന് ഒരുമിച്ചിരുന്ന് കാണാനുള്ളതോ അല്ലെങ്കിൽ ഒരു കറക്ഷൻ പറയാനുള്ളതോ ഒന്നും ഒരു സമയമില്ലാന്ന് ശ്രീക്ക് പറഞ്ഞ പോലെ ഒരേ സമയത്ത് മിക്സ് ഫൈനലിങ് ചെയ്യണം, ഒരേ സമയത്ത് DE ഫൈനൽ ചെയ്യണം എന്ന് പറഞ്ഞൊരു അവസ്ഥ വരും. അപ്പോൾ മിക്കവാറും പാതിരാത്രിയൊക്കെ മിക്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡയറക്ടർ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് കാണുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്ന ജഡ്ജ്മെന്റ് കറക്റ്റ് ആവണമെന്ന് പോലും നിർബന്ധമില്ല. പിന്നെ നമുക്ക് നിവൃത്തിയില്ല എന്നുള്ള അവസ്ഥയിൽ വിടേണ്ട അവസ്ഥകളാണ് വരാറുള്ളത്. എല്ലാം അല്ല കേട്ടോ, ഞാൻ പറയുന്നത് ടോട്ടൽ അല്ല പറയുന്നത്, ബട്ട് ദാറ്റ് ഈസ് ദേർ. അതൊരു വലിയൊരു പോർഷൻ ആയിട്ട് ഉണ്ട്. VFX ഇതേ സിനാരിയോ തന്നെയാണ്. കാരണം അവർക്ക് കൊടുക്കേണ്ട ടൈം അവർക്ക് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലൈനിൽ അവർ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഒരു ഫയൽ അയക്കുന്നു, അതിനകത്തൊരു കറക്ഷൻ പറയുന്നു, അതിനെ ഫൈൻ ട്യൂൺ ചെയ്യുന്നു, അത് ഡയറക്ടർ അല്ലെങ്കിൽ എഡിറ്റർ എടുത്തെത്തുന്നു. അത് കഴിഞ്ഞിട്ട് DOP കാണുന്നത് സ്ക്രീനിലാണ്. സ്ക്രീനിൽ വലിയ സ്ക്രീൻ 10 time അല്ലെങ്കിൽ 100 time വലിയൊരു സ്ക്രീനിൽ അവർ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കറക്ഷൻസ്, അതിനെ ബ്ലെൻഡ് ചെയ്യുന്ന കറക്ഷൻസ് ആയിരിക്കും കൂടുതൽ. CG വേറെ അല്ലെങ്കിൽ ഫുട്ടേജ് വേറെ VFX വേറെ എന്നുള്ള രീതിയിൽ ഇരുന്ന സാധനങ്ങൾ ഒന്ന് ബ്ലെൻഡ് ചെയ്യാനുള്ള കറക്ഷൻസ് അപ്ഡേറ്റ് ചെയ്ത് തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അതായത് ഒരു നല്ല VFX ഒക്കെ ഉള്ളത് 1000, 1500, 2000 ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉറപ്പുണ്ടാവില്ല. കാരണം ആ കറക്ഷൻ പറഞ്ഞാൽ കാരണം അത് എല്ലാം 4K ഫയലാണ്. കറക്ഷൻ ചെയ്യാനുള്ളൊരു ടൈം അത് റെൻഡർ ചെയ്ത് എടുക്കണം. റെൻഡർ ചെയ്ത് അവരുടെ കപ്പാസിറ്റി വെച്ച് അത് റെൻഡർ ചെയ്ത് നമ്മൾ പ്ലേസ് ചെയ്ത് DOPയുടെ ഒരു ഓക്കെ എടുക്കുന്ന ടൈം ഭയങ്കര ടൈമാണ്. ഈ ടൈമൊന്നും ഈ പറഞ്ഞാണെങ്കിൽ പലതും മാജിക്കിലൂടെയാണ് ഓടുന്നത്. എങ്ങനെയാണ് ഓടുന്നു ഈ പെറ്റ് ഡിറ്റക്റ്റീവിലേക്ക് വന്നാല് ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പ്രേമം എന്ന് പറയുന്നത് നിങ്ങളൊരു ഒരു ഗറില്ല മോഡ് ഷൂട്ടിംഗ് പലതരത്തിൽ നിങ്ങൾ ഒരു എക്സ്പെരിമെന്റൽ പടമാണ്. ഇപ്പൊ നമ്മൾ ലോകയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ പറഞ്ഞ ഒരു എക്സ്പെരിമെന്റൽ സംഗതി ഉണ്ട്. നിങ്ങൾക്ക് പോലും ഇത് പ്രേക്ഷകർ കണ്ടതിന് ശേഷമാണോ ഇതാണ് ഇതിന്റെ റിസൾട്ട് എന്ന് അറിയുന്നത്. അപ്പോൾ പോലും ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും തലക്കകത്ത് എന്താണെന്നുള്ള പാഠം കൺസീവ് ചെയ്യപ്പെട്ട അഴിയുണ്ട്. ഇപ്പൊ ഇതില് ഷറഫാണ് പ്രൊഡ്യൂസർ. ഇതിന്റെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഈ ടാസ്ക് ഒക്കെ മറികടന്ന പടമാണോ ഇതെന്താ ഡിറ്റക്റ്റീവിന്റെ? ഇതിനും ഇതിന്റെ പ്രോസസ്സിൽ ഈ പറയുന്ന പോലെ ഗ്രാഫ് അപ്പ് ആൻഡ് ഡൗൺസ് ഈ അങ്ങനത്തെ ഒരു ഗ്രാഫിലൂടെയാണ് പോകുന്നത്. എഗെയിൻ നമ്മൾ ചെയ്യുന്ന പല പടമായിട്ടും ആക്ച്വലി ഒരു സെറ്റ് പ്രോസസ്സ് എത്ര പ്രീ ഡിസൈൻ ചെയ്താലും ആ പടത്തിന്റെ വിധി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രോസസ്സ് പടം തന്നെ നമ്മൾ പറയും ആ പ്രോസസ് അല്ല ഈ പടത്തിന്റെ പ്രോസസ് എന്താണെന്ന് ഇങ്ങോട്ട് പറയും. അപ്പൊ അതിലൂടെ നമ്മളെല്ലാരും കടന്നുപോയി. അപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് ഈ അങ്ങനെ കൂടുതൽ സമയം വൈസ് കൂടുതൽ സമയം അത് ഈ സമയം കിട്ടി. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഷൂട്ട് ഡിലേസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫുൾ ഷൂട്ട് കഴിഞ്ഞാൽ എഡിറ്റ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഷൂട്ട് കഴിയുന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. അപ്പൊ എഡിറ്റിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ പടത്തിന്റെ ഒരു പിക്ചർ കണ്ടതിന് ശേഷമേ നമുക്ക് എങ്ങനെ എഡിറ്റ് കൊണ്ടുപോകണം എന്നൊരു ഫൈനൽ ഡിസിഷനിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ ഫുട്ടേജും വരാൻ ആദ്യത്തെ ഷൂട്ട് ഒരു ഷെഡ്യൂൾ കുറെ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പടം ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാ ഫുട്ടേജും എത്തുമ്പോഴേക്കും തന്നെ ആക്ച്വലി ഓൾമോസ്റ്റ് ലേറ്റ് ആയി. അപ്പൊ ടൈം കുറവേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും വി വർ ഏബിൾ ടു ഡെലിവർ അല്ലെ. നമ്മള് തമ്മിൽ അങ്ങനെ എല്ലാരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടും റാപ്പ് ഉള്ളത് കൊണ്ടും നല്ല ടീമാണല്ലോ. ഇപ്പം ഞാൻ ഈ പടം കമ്മിറ്റി മെയിൻ റീസൺ ആനന്ദ് ഇൻവോൾവ് ആണ്, രാജേഷേട്ടൻ ഇൻവോൾവ് ആണ്, ഇപ്പൊ വിഷ്ണു ഉണ്ട്, ശ്രിക്ക്, എല്ലാരും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടെക്നീഷ്യൻസ്. അവർ ആനന്ദിന്റെ കൂടെ നമ്മൾ ആനന്ദം വർക്ക് ചെയ്തിട്ടുണ്ട്. രാജേഷേട്ടൻ നമുക്കറിയാം, വിഷ്ണു, ശ്രിക്കിന്റെ കൂടെ ഞാൻ മുകുന്ദനുണ്ടി ശ്രിക്കാണ് ചെയ്തത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇതിലെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ധൈര്യം ഉണ്ടല്ലോ, നമുക്കൊരു ടെക്നീഷ്യൻസ് എല്ലാം നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, റാപ്പുള്ള ആൾക്കാരാകുമ്പോൾ തന്നെ വർക്ക് ചെയ്യാൻ ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പൊ അങ്ങനെ കമ്മിറ്റി. പക്ഷെ അത് അങ്ങനെ തന്നെ നല്ല രസമായിരുന്നു വർക്ക് ചെയ്യാനൊക്കെ. പിന്നെ നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്ത റിയാലിറ്റി നമുക്കുള്ളിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാവുന്നതാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷനകത്ത് അത് വലിയ കൺഫ്യൂഷൻ ഇല്ല. നമുക്ക് അറിയാം ഇതൊക്കെയാണ് ഇതിന്റെ റിയാലിറ്റി. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നാവിഗേറ്റ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല. ഷറഫിനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത്
മനസ്സിലാക്കുന്ന ഒരു നേരത്തെ producer പറഞ്ഞ ആണ് actually. ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകളായതുകൊണ്ട് അവർക്കല്ലേ അതെ കുറച്ചുകൂടെ ഈ അതാണ് പറഞ്ഞ പോലെ ഇപ്പം ആക്ടർ പ്രൊഡ്യൂസർ വരുന്നുണ്ട്, ഡയറക്ടർ പ്രൊഡ്യൂസർ വരുന്നത്. എന്താ അതിന്റെ ഒരു അത് ഫെയർ ആവുന്നത് എവിടെയാണ്? ഇവര് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഇത്ര സമയം ഇത് എടുക്കും അല്ല ഷറഫ് പ്രൊഡ്യൂസർ ആണല്ലോ. അതെ അതെ അതെ. അപ്പൊ അതിനകത്ത് ഒന്നാമത് അതിനകത്ത് അവന്റെ ഒരു കോർഡിനേഷൻ വരുമ്പോഴേക്കും നമ്മളെല്ലാം ത്രൂ കണക്റ്റഡ് ആയിരിക്കും. അപ്പം അവന് സമയം കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോർഡിനേഷൻ നടന്നിട്ടുണ്ട് പടത്തിൽ. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം പരിധി വരെ ഷർഫേട്ടൻ തന്നെയാണ് അത് ആ, അതിനെ അത് ഹാൻഡിൽ handle ചെയ്തിരിക്കുന്നത്. ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ശരിക്കും ഈ പ്രോസസ്സിനെ ഒരു പരിധി വരെ ഹെഡ് ചെയ്തിരിക്കുന്ന ആക്ച്വലി ഷർഫേട്ടൻ തന്നെയാണ്. ആ, ആ. അപ്പൊ അങ്ങനെ ഒരാൾ റെസ്പോൺസിബിൾ ആയിട്ട് നിന്നാൽ തന്നെ പ്രശ്നം തീരും. അതെ അതെ പല സ്ഥലത്തും അത് മിസ് ഔട്ട് ചെയ്യുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. ആ. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ടോ വിളിക്കാനായിട്ടോ അല്ലെങ്കിൽ പറയാനായിട്ടോ ഇതാണ് പ്രശ്നം അല്ലെങ്കിൽ ഇതാണ് റിയാലിറ്റി, ഇതായിരിക്കും റിയാലിറ്റി എന്നൊക്കെ പറയുന്നത് ഡിസ്കസ് ചെയ്യുകയും അല്ലെങ്കിൽ അതിലേക്ക് ഒരു പോയിന്റിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു സ്പേസ് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് പലയിടത്തും കേട്ടിട്ടുണ്ട്. അതാണ് ഈ പറയുന്നത് ജനറലി നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വൈസിലും ഒക്കെ ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റോള് മിസ് ഔട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പെറ്റായിട്ട് നമ്മള് എല്ലാരും ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പേസിൽ ഇപ്പൊ എത്തി. ഓൾമോസ്റ്റ് ഈ പറയുന്ന പോലെ നമ്മുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു പെറ്റിനെ നമ്മൾ എല്ലാവരും വേറൊരു ഒരു സ്പേസിലോട്ട് എത്തിക്കാനായിട്ടുള്ള ഒരു Collective effort അല്ലേ? ഉണ്ട്. കാര്യം അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പടമാണ്. അപ്പൊ അത് ഇപ്പം ആനന്ദാണെങ്കിലും ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് വിഷ്വൽ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയി. കാര്യം ആനന്ദ് വേറൊരു സ്പേസിലോട്ട് അതിനെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ആനന്ദ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്, വിഷ്ണുട്ടാ ഇത് ഞാൻ വേറൊരു ഏതാണ് സ്പേസ് എന്ന് അങ്ങനെ നമ്മൾ പറയുന്ന പോലെ അല്ല, ഇതിനെ വേറൊരു ഇത് വിഷ്വലി ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് കിട്ടിയപ്പോൾ മനസ്സിലായി. അപ്പം ഞാൻ സൗണ്ടും അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ സ്കോർ ആണെങ്കിൽ ആ രീതിക്ക് വരുന്നു, എഡിറ്റ് ആണെങ്കിലും ആ ഫ്ലോ കളർ എല്ലാം കൊണ്ടും നമ്മുടെ ബെസ്റ്റ് ഇതിലേക്ക് കൊടുക്കാമെന്നുള്ളൊരു അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പടമാണ്. അപ്പൊ അതിന് നമുക്ക് വേണ്ട സമയം ഈ പറയുന്ന പോലെ ടോട്ടലി ഒരു ഡേറ്റ് അവിടെ ഫിക്സ്ഡ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും സമയം ആവശ്യമാണെന്നുള്ളൊരു അവസ്ഥയുണ്ട് ഇതിനകത്ത്. അപ്പൊ അത് മാക്സിമം ഷറഫ് അതിനനുസരിച്ച് തന്നെയാണ് പുഷ് ചെയ്ത് നിന്നത്. ഏതാണ്ട് ഇപ്പം നമ്മളൊരു പോയിന്റിൽ എത്തി. ഈ ആനന്ദ് ഇപ്പം സൗഹൃദം എന്തായാലും ഒരു ഫാക്ടർ ആവും. പക്ഷെ സൗഹൃദത്തിനപ്പുറത്ത് നിങ്ങൾക്ക് ഈ സിനിമയുടെ പൊട്ടൻഷ്യൽ കണ്ടിട്ടായിരിക്കുമല്ലോ അതിലേക്ക് വരിക എന്നുള്ളത്. ഈ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ ഒക്കെ അങ്ങനെ ഒരു അട്രാക്ഷൻ ഫാക്ടർ ഉണ്ടോ? ഞാൻ നേരത്തെ മനുഷ്യമായിട്ട് പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര സെലക്റ്റീവ് ആവണമെന്നൊന്നുമില്ല. എനിക്ക് കാണാനായിട്ട് ആഗ്രഹമുള്ള സിനിമ ഞാൻ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇപ്പം ഒരു സ്ക്രിപ്റ്റ് എനിക്ക് വന്നു കഴിഞ്ഞാൽ ആ സിനിമ ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് നല്ല രസം ഉണ്ടാവുമല്ലോ എന്ന് തോന്നുന്ന, അതായത് വേറൊരു മേക്കർ വേറൊരു DOP ചെയ്താൽ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് അങ്ങനത്തെ ഒരു സ്പേസിലുള്ള ഒരു പടമായിട്ട് എനിക്ക് കണക്ട് ആവുന്നുണ്ടെങ്കിൽ ഞാൻ ആ പടം സെലക്ട് ചെയ്യുന്നുള്ളൂ. പറ്റും അത് തന്നെയാണ് എന്നെ അതിനകത്തേക്ക് ഇങ്ങനെ ഒരു പടം കണ്ടിട്ട് കുറെ നാളായി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പേസിലുള്ള ഒരു പടം കണ്ടിട്ട് കുറെ നാളായി, ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് കണ്ടിട്ട് കുറെ നാളായി, അയ്യോ അത് കാണണമല്ലോ എന്ന് എനിക്ക് തോന്നുന്നത് തന്നെയാണ് എന്നെ അതിനകത്തേക്ക് വർക്ക് ചെയ്യാനായിട്ട് അട്രാക്ട് ചെയ്യുന്ന കാര്യം. അത് തന്നെയാണ് പറ്റും ആയിട്ട്. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇപ്പം ഞാനൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു വിഷ്വൽസ് ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചില സിനിമകൾ ചിലപ്പോൾ അത് സെയിം ആയിരിക്കും, നമ്മൾ വിചാരിച്ച പോലെ വരും, ചിലത് അതിൻ്റെ താഴെ പോകും, ചിലത് അതിൻ്റെ മുകളിലേക്ക് പോകും. അത് വളരെ ചുരുക്കം. അങ്ങനെ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആനന്ദ് ഷൂട്ട് ചെയ്ത് ഫസ്റ്റ് കട്ട് കഴിഞ്ഞ് വന്ന വിഷ്വൽസ് കണ്ടപ്പോൾ അത് മുകളിലേക്ക് പോയ പോലത്തെ ഒരു സംഭവം തോന്നി. എനിക്ക് തോന്നുന്നു നമുക്ക് എന്തെങ്കിലും ഐഡിയ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷർഫിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അവൻ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും. അത് കൊള്ളാലോട്ടോ, അത് നമുക്ക് കൊള്ളാട്ടോ, അത് അങ്ങനെ പിടിക്കാം. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് ഭയങ്കരമായിട്ട് ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പടത്തിനെ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. ആ ഇംപ്രവൈസ് ചെയ്ത സ്ക്രിപ്റ്റിനെ മാക്സിമം നമ്മൾ നന്നാക്കി അത് കഴിഞ്ഞ് സെറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തോന്നിയതും വേൾഡ് ബിൽഡിംഗ് ഒക്കെ എല്ലാം അങ്ങനത്തെ ഒരു വേൾഡ് ബിൽഡ് ചെയ്യും, അതിന് ചുറ്റും നമ്മൾ ഇംപ്രവൈസ് ചെയ്യും ഒക്കെ. അത് ഈ പറഞ്ഞ പോലെ നമ്മള് അതെല്ലാം കൂടി കൊണ്ടുവന്ന് നമ്മൾ അബിയുടെ കൊടുത്തു. അവൻ അതിനെടുത്തിട്ട് ഈ പറയുന്ന അടുത്തൊരു ലെവലിലേക്ക് അതിന്റെ ഫുൾ നെറേറ്റീവ് നമ്മള് വിചാരിച്ച പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പോലെ ഒക്കെ മാറിയിട്ട് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റില് വേറെ ഒരു നെറേറ്റീവ് ഡിസൈൻ ആവും. ഇതൊന്നും ഭയങ്കര സ്ക്രിപ്റ്റിൽ നിന്നും വലിയ ദൂരമൊന്നുമില്ല. നമ്മളിപ്പം നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് പറയുന്ന പോലെയൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഓരോ പ്രോസസ്സിലൂടെയും പടം കയറി ഇറങ്ങുമ്പോൾ അതിന് വേറെ കളേഴ്സ് വരുന്നു എന്ന് പറയുന്ന പോലെയാണ് ആക്ച്വലി. എഡിറ്റിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അബി അതിനെ ലിഫ്റ്റ് ചെയ്തു. ഇപ്പൊ സൗണ്ട് ഒരു റൗണ്ട് കഴിഞ്ഞ് കാണുമ്പോൾ അല്ലെങ്കിൽ ഗ്രേഡും വെച്ച് കാണുമ്പോൾ അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ബേസിക്കലി ഈ ഒരു ടീമും ഈ ടീമിന്റെ കൂടെ നിൽക്കുന്ന ഒരു ആളും അല്ലെങ്കിൽ പ്രൊഡ്യൂസർ പറയുന്ന ഒരു പ്രനീഷേട്ടൻ ഡയറക്ടർ
നമ്മളെല്ലാരും കൂടി ഉള്ളൊരു റാപ്പോയില് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ വളരെ ഓട്ടോമാറ്റിക് ആയിട്ടും ഈ എൻജിൻ കറക്റ്റ് ആയിട്ട് റൺ ചെയ്യും. ഈഗോ വാറിന്റെ സ്പേസ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് ഭയങ്കര ഫാക്ടറാണ്. ഈ ഈഗോ അല്ല, എന്തിനാണെങ്കിലും ലോജിസ്റ്റിക്സ് വാർ, ഈഗോ വാർ, അല്ലെങ്കിൽ ടൈം വാർ, ഇതൊന്നും വാറായിട്ടല്ല. ഇതൊക്കെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ്. അതിനകത്ത് ഈസി ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മളത് സെയിൽ ത്രൂ ചെയ്യും. നമ്മൾ നിൽക്കുന്നത് ഈ പടത്തിന്റെ കൂടെയാണ്, പടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പടം നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിലൊക്കെ കൺഫ്യൂഷൻ വരുമ്പോഴും അതിനകത്തൊക്കെ ഡിസ്കഷൻ വരുമ്പോഴാണ് ആക്ച്വലി പലപ്പോഴും പ്രശ്നം വരുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു അബിക്ക് ഈ പടത്തില് അബി വിചാരിച്ചാൽ ഇതിന്റെ ഫ്ലോ എങ്ങനെ വേണമെങ്കിൽ ഇത് ഇങ്ങനെ മാറ്റി വെച്ചാൽ പടം വേറെ മൂടാവും. അങ്ങനത്തെ ഒരു ഫ്ലോ ഉള്ള ഒരു പടമാണ്. ഇത് വേണമെങ്കിൽ ഏത് സ്പീഡ് വേണം, ആവശ്യത്തിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കി കൊടുക്കുക. ഈ പടത്തിനെ സംബന്ധിച്ച ഫോക്കസ് ചെയ്യാന്നുള്ള മാത്രമേ എന്റെ ജോലി ഉണ്ടായിരുന്നുള്ളൂ. ബേസിക്കലി കുറെ കഥകളുണ്ട് ഇതിനകത്ത്. അപ്പം കുറെ ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ കുറെ കഥകളുണ്ട്. ഞങ്ങൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രൊട്ടാഗനിസ്റ്റിനെ പിടിക്കുക, അത് ഷർഫുദ്ദീനാണല്ലോ. അപ്പൊ അദ്ദേഹത്തിലൂടെ കഥ കൊണ്ടുപോകാന്നുള്ള മാത്രമാണ് എന്റെ ജോലി ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളതൊക്കെ ഒന്ന് എലിമിനേറ്റ് ചെയ്യുക. ഷറഫുദ്ദീന്റെ ക്യാരക്ടറിലൂടെ പെർസ്പെക്റ്റീവ് കട്ടാവാതെ ഓഡിയൻസിന് ആ ഇൻട്രസ്റ്റ് ലെവൽ കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഒരാളെ ഫോളോ ചെയ്യണമല്ലോ. പല ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, ഓഡിയൻസിന് ആരെ ഫോളോ ചെയ്യണം. അപ്പൊ തന്നെ ആൾക്കാർക്ക് ബോറടിക്കും. എത്ര ഹ്യൂമർ ഉണ്ടെങ്കിലും അത് വർക്ക് ആവാൻ കുറച്ച് ചാൻസ് ഭയങ്കര കുറവുള്ള ഒരു നെറേറ്റീവാണ് എപ്പോഴും കുറെ ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്യാന്ന് പറയുന്നത്. ഒരു ക്യാരക്ടറിനെ ഫോളോ ചെയ്ത് ഓഡിയൻസ് ഇത്രൂടി ആക്സസിബിൾ ആയി പടം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓക്കെ ഇന്നാളിനി എന്തി അപ്പൊ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള മാത്രമേ എന്റെ ജോലി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ആക്ച്വലി സിമ്പിളാണ്. നന്നായി ഷൂട്ട് ചെയ്ത പടമാണ്. ബാക്കി ടെക്നീഷ്യൻസ് ഒക്കെ വർക്ക് അടിപൊളിയാണ്. ഇതിന്റെ ദിനോ ആർട്ട് ഡയറക്ടർ അല്ലേ, നല്ല വർക്ക് ആയിരുന്നു ഡിനോയുടെ വർക്ക്. ആക്ടേഴ്സ് ആണെങ്കിലും നല്ല ഹ്യൂമർ, വലിയൊരു ലൈനപ്പ് ഉണ്ട്, നല്ല ഹ്യൂമർ ഉണ്ട്. ആ ലൈനപ്പിലുള്ള എല്ലാരും വന്ന് അവരുടെ സ്പേസ് ഭയങ്കരമായിട്ട് പൊളിച്ചിട്ട് പോയിരിക്കുന്നു. പെറ്റ്സ് എന്ന് പറയുന്ന വേറൊരു ഏരിയ, പെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പം അതിലൊക്കെ കൂടുതൽ നമ്മള് ഈ പറയുന്ന ആർട്ടിസ്റ്റുകള് അവരുടെ സ്പേസ് ഭയങ്കര ആക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഷൂട്ട് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് നന്നായിട്ട് ഓരോരോ സാധനം ഓരോരോ ഐഡിയ ആയിട്ട് വരും. അപ്പൊ നമ്മള് എല്ലാരും കൂടി അത് ബൗൺസ് ചെയ്തിട്ട് ആ സ്പേസ് എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുന്നതും അതിന്റെ ഒരു ഇംപ്രവൈസിങ് പ്രോസസ്സും ഒക്കെ ആയിട്ട് അത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസും ആയിരുന്നു ആക്ച്വലി. നല്ല കുറെ നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു സ്പേസിൽ പടം വർക്കൗട്ട് ആവുന്നത്. ഇതില് നമ്മളിനി പറഞ്ഞത് അവസാന ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്കെല്ലാം പ്രേം ശരിക്ക് കരിയറിൽ ഭയങ്കര ഗെയിം ചേഞ്ചർ ആയിരുന്നു. മലയാളി ഇപ്പോഴും ഒരു പ്രേമം എങ്ങനെ സംഭവിച്ചു, പ്രേമത്തിന് എന്താണ് ഇപ്പം ഈ പ്രേമത്തിന്റെ ഒരു വലിയ എല്ലാ കാലത്തും പ്രേമം സക്സസ് ഉണ്ടാക്കുമ്പോൾ എന്താണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താ പ്രേമത്തിൽ സംഭവിച്ച മാജിക് എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവർക്കും ഒരേ ഒരു വിഷനേ ഉണ്ടായുള്ളൂ എന്ന് തോന്നുന്നു. ആ ടൈമില് എനിക്കൊന്ന് ആ പ്രായവും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യണം, സാധിക്കണം, ഭയങ്കര ക്രിയേറ്റീവായ ടാലന്റഡ് ആയ ആൾക്കാർ ഒരുമിച്ച് വരുന്നു. സോ അതിനുവേണ്ടി ഹെഡ് ചെയ്യാനായിട്ട് അൽഫോൺസ് ഉണ്ട്, ബാക്കപ്പ് ചെയ്യാൻ അൻവരൊക്കെ ഉണ്ട്. സോ എനിക്കൊന്ന് നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യും, അതിന് ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ പ്രോസസ്സ് കാണുന്നുണ്ട്. ഞാനിവിടെ മ്യൂസിക് ചെയ്യുന്നത് ആ ഫ്ലാറ്റിൻ്റെ ആ റൂമിൻ്റെ അപ്പുറത്തെ റൂമിൽ അൽഫോൺസ് എഡിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും അവൻ എനിക്ക് മെയിൽ ചെയ്യും. ഓരോ എഡിറ്റ് വരുമ്പോൾ ഞങ്ങൾ ഓരോ എഡിറ്റ് കാണുന്നു, ചെയ്യുന്നു. ഞാൻ ചെയ്ത മ്യൂസിക് ഇപ്പോൾ 4ാമത്തെ റീലിൽ ചെയ്ത മ്യൂസിക് ഞാൻ തിരിച്ച് ഫസ്റ്റ് റീൽ ഇട്ടിട്ട് പിന്നെ എഡിറ്റ് ചെയ്യും. സോ ആ അഴിച്ചുപണി തിരിച്ച് ചെയ്യുക, നമുക്ക് കാണുന്തോറും ബോറടിക്കാതിരിക്കുക, ഇതെന്താ കറക്റ്റായ കണ്ടന്റിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ചർച്ചകൾ വീണ്ടും വരിക. ഇതൊന്നും ആ ഒരു വിഷൻ എല്ലാവരും കൂടെ നിന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയാൻ തോന്നുന്നു. ശരിക്കും ഇപ്പം നോൺ മലയാളം പടങ്ങളടക്കം ചെയ്യുമല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഇപ്പം ലോക കൂടെ വരുന്നതുകൊണ്ട് പറയാണ്, കേരളത്തിന് പുറത്തുള്ളവർ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ കാണുക. ഓൾറെഡി പെർഫോമൻസ് അടക്കമുള്ളവരെ പുറത്തുനിന്ന് ആളുകൾ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇവിടുത്തെ ഒരു ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഇവിടെ അതിൽ കാണുന്ന ഒരു പെർഫെക്ഷൻ ഭയങ്കര ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു മിനിമൽ ടൈമിൽ ഒരു മിനിമൽ സ്പേസിൽ ഇരുന്നിട്ട് ഈ പറയുന്ന ഒരു ഹോളിവുഡ് സ്റ്റുഡിയോടെയൊന്നും അങ്ങനെ ഒരു ലക്ഷറി ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ എന്നുള്ള രീതിയിൽ ഇത് ഓഡിയോയുടെ ആയാലും വിഷ്വലിൻ്റെ ആയാലും ടോട്ടൽ ഡിസൈൻ്റെ ആയാലും മലയാളത്തെ നോക്കി കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഡിറ്റക്റ്റീവ് അടക്കമുള്ള പടങ്ങൾ കൂടി ഒന്ന് വെച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇനി എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് നമ്മൾ കുറച്ചുകൂടി ഒരു ഈഗോ ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു ഹെൽത്തിയർ സിസ്റ്റം വേണമെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇപ്പൊ ഈ അഭിപ്രായങ്ങളൊക്കെ വരുന്ന തന്നെ പ്യൂർ സിനിമയോട് ഏറ്റവും നല്ല ഔട്ട് വരണമെന്നുള്ളതാണ്. അതെ അതാണ്. എല്ലാരും ബാക്കി എല്ലാം മറന്നുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് സിനിമ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. മെക്കാനിക്കൽ അല്ലാത്തത് കൊണ്ടാണ്. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈഗോ ഇട്ടിട്ട് കാര്യം തുറന്നു പറയാം. വർക്കായില്ല എന്ന് പറയാ, അല്ലെങ്കിൽ ഇഷ്ടമായെന്ന് പറയാം. അതുകൊണ്ടുണ്ടാവുന്ന മാറ്റം സിനിമയ്ക്ക് നല്ലതാണെന്ന് ചിന്തിച്ച് വർക്ക് ചെയ്യുന്ന കുറച്ച് ടെക്നീഷ്യൻസ് ഉണ്ട്. ഇത് തന്നെയാണ്. കാരണം
കോർപ്പറേറ്റ് ലെവലിലേക്കല്ല നമ്മൾ ഒരു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ചർച്ച പുറത്തേക്ക് എത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്നു. ഇത് തന്നെ നമുക്കൊരു എന്നോട്ട് പോലെ പറയുകയാണെങ്കിൽ മലയാള സിനിമ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ പുറത്ത് ഇപ്പം നമ്മൾ ഞാൻ ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ സിനിമ എന്നുള്ള രീതിയിൽ പറയുകയാണ്, പുറത്ത് വലിയ ചർച്ചയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ ടച്ച് പ്ലാറ്റ്ഫോമിലും ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് എന്നൊക്കെ പുറത്തുള്ള ആളുകൾ ഇതിൻ്റെ ഒരു ഓഡിയോ വിഷ്വൽ ഡിസൈൻ, അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്, ക്രാഫ്റ്റാണ് ഏറ്റവും ആദ്യം എടുത്തു പറയുന്നത്. ക്രാഫ്റ്റിൽ നിന്നാണ് നമ്മൾ മലയാള സിനിമ പുറത്ത് ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും ക്രാഫ്റ്റിലാണ് ആ ചർച്ച തുടങ്ങുക. ക്രാഫ്റ്റിൽ വരും, പിന്നെ പെർഫോമൻസ് വരും. അങ്ങനെ ഒരു ഇവിടുത്തെ ഒരു ക്രിയേറ്റർക്ക് കിട്ടുന്ന വലിയൊരു സ്പേസ് ഇതിനെ കുറിച്ച് പറയുമല്ലോ. അതേസമയം തന്നെ ആ ക്രിയേറ്ററിൻ്റെ ഇപ്പോഴത്തെ ഭയങ്കര സ്ട്രഗിൾ ഉണ്ട്. ഇപ്പോഴത്തെ അയാളുടെ ഒരു സർവൈവലിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള സംഗതി. എന്താണ് ഈ മലയാളത്തിനെ അങ്ങനെ യുണീക്കാക്കുന്ന സംഗതി എന്താണ്? അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഏറ്റവും ബെറ്റർ വേർഷൻ വേണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്താണ്? എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ഇൻഡസ്ട്രിയിലോ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ ഏറ്റവും മിനിമൽ റിസോഴ്സസിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു എക്സസൈസിലൂടെ ക്രിയേറ്റേഴ്സ് ആയവരാണ് നമ്മളെല്ലാവർക്കും. ഞാൻ ആദ്യം നേരെ പടം ഷൂട്ട് ചെയ്യുമ്പോൾ 5D ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, സ്റ്റിൽ ലെൻസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് അന്നത്തെ ഏറ്റവും മിനിമം റിസോഴ്സിലാണ് നമ്മൾ ആ പടം തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു എക്സസൈസിലൂടെ മലയാളത്തിലുള്ള എല്ലാ ക്രിയേറ്റേഴ്സും പോകുന്നുണ്ട്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ക്രാഫ്റ്റ് നന്നാവും എന്നുള്ളതാണ് എനിക്ക് അതിനകത്തൊരു ബേസിക് ഒരു കോർ പോയിന്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം. അത് പ്ലസ് എല്ലാത്തിലും ഉപരി ഈ പറയുന്ന പോലെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ ആരോഗ്യവും ഉറക്കവും എല്ലാം കളഞ്ഞ് നമ്മൾ നമ്മുടെ ടൈം ലൈൻ ഇപ്പം ഷൂട്ട് വൈസ് ഞാൻ പറയാണ്, നമ്മൾ രാവിലെ 6:30 6 o'clock to 9:30 എന്ന് പറയുന്ന ഒരു ഷൂട്ട് ടൈമിങ് വേറെ ഒരു ഇൻഡസ്ട്രിയിലും ഫോളോ ചെയ്യുന്ന ഒരു പരിപാടിയല്ല. അപ്പം അതിൻ്റെ ഒരു 50 days ഷെഡ്യൂളോ അല്ലെങ്കിൽ 35 days ഷെഡ്യൂളോ ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്ത് ആ ഒരു ടൈം ലൈനിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു എഫേർട്ട് ഭയങ്കരമാണ്. അത് റെഗുലറായിട്ട് ചെയ്യുന്ന ടെക്നീഷ്യൻസും ഭയങ്കരമായിട്ട് അതിലൂടെ പോകുന്നുണ്ട്. അപ്പം അത്രയും ടൈമും എനർജിയും എഫേർട്ടും മെന്റലി ആൻഡ് ഫിസിക്കലി ഒരു ക്രിയേറ്റർ ഈ പറയുന്ന മിനിമം റിസോഴ്സസിൽ പയറ്റി തെളിഞ്ഞ് ആൾക്കാർ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റി ഓൺ പാർ വിത്ത് ബാക്കിയുള്ള എല്ലാ ഒരു സ്പേസിലും ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ആക്ച്വലി. അങ്ങനെ ഉള്ളൊരു ഫോർമാറ്റിലൂടെ ഡിസൈൻ ആയി പെട്ടിരിക്കുന്ന ഈ സ്പേസ് അല്ലെങ്കിൽ ഈ പറയുന്ന ടൈം ലൈനിൽ വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത് ആക്ച്വലി ഒരു ലോങ് റണ്ണിലോ ഓൺ ദ ഗോ അല്ലെങ്കിൽ ഒരു ലോങ് റണ്ണിൽ ഒരു ക്രിയേറ്ററിനെ സമയത്തുള്ള എത്ര നല്ലൊരു പ്രാക്ടീസ് ആണെന്ന് നമുക്കും അറിയില്ല അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ ലക്ലി താങ്ക്ഫുള്ളി നമ്മളെല്ലാവരും അതിലൂടെ പോയേക്കുന്ന ആൾക്കാരാണ്, നമ്മൾ അതിൽ എത്തിയിരിക്കുന്ന ആൾക്കാരാണ്, അതിനിപ്പോഴും കാണുന്നതും അങ്ങനെയാണ്. വി ആർ ഓക്കെ ടു ഡു ഇറ്റ് ഓൾസോ. അപ്പം അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ പാഷനും എല്ലാം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള എല്ലാവർക്കും ആ ഒരു പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള എപ്പോഴും സിനിമേനെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ആ ഒരു വർക്ക് കൾച്ചറിനോട് ഒരു കൺഫ്യൂഷൻ ഇപ്പം എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ അതൊക്കെ റീഡിഫൈൻ ചെയ്യാനായിട്ട് എല്ലാവരും നോക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പ്രോസസ്സ് ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ സെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻ കൺസിഡർ ഓൾ ഓഫ് ദിസ് ഇൻ ടു പൊസിഷൻസ്. എന്നിട്ട് ഇതിനൊക്കെ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കേണ്ട സമയം ഇപ്പോൾ നമ്മൾ 9 o'clock ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നുള്ളൂ, 5 മണിക്ക് നമ്മൾ ലാസ്റ്റ് ഷോട്ട് എടുക്കും എന്ന് തീരുമാനിച്ച് ഒരു പ്രൊഡക്ഷൻ റിഗ് ചെയ്ത് ഒരു പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സിനിമകൾ മലയാളത്തിൽ നടക്കുന്നുമുണ്ട്. അപ്പം അതൊരു ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ എടുക്കേണ്ട കോളാണ് ആക്ച്വലി. അങ്ങനെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വർക്ക് ചെയ്യാം. അങ്ങനെ വർക്ക് ചെയ്തിട്ടും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഔട്ട്ലേക്കും കൊണ്ടുവരാം. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ്, ഇതാണോ ശരി അതാണോ ശരി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ പറഞ്ഞ പോലെ അതിൻ്റെ സ്ട്രഗിളും അതിൻ്റെ ഗുഡ്നെസ്സും എല്ലാം ഉണ്ട്. ബേസിക്കലി ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നു. ഈ കൺസിഡറിങ് ഓൾ ഓഫ് ദിസ് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഭയങ്കര വലിയൊരു കാര്യം. അപ്പം ഈ പറഞ്ഞതില്ലേ ഇപ്പൊ പറഞ്ഞത് നേരത്തെ അഭി പറഞ്ഞോണ്ട് വേറൊരു കാര്യം ചോദിക്കുന്നത്, അതായത് ഒരു പടം എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുന്ന സമയത്ത്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ ആവുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ ഐഡിയേഷൻ മുതലുണ്ടല്ലോ. എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വായിച്ച സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ വന്ന റഷസിൽ കുറേ കൂടി മാറ്റം ഉണ്ടാവില്ല. ഇവർ പറയുന്ന ഇംപ്രവൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. എന്താണ് എങ്ങനെയാണ് അതിൻ്റെ അപ്രോച്ച്? എങ്ങനെയാണ് ഇതൊരു
ഫൈനൽ ഔട്ട്, ഇതൊരു ബെസ്റ്റ് ഔട്ട് ആവണം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അല്ല ഇതതിൽ വേണം, നമ്മുടെ ഒരു യുണീക്ക് വേ അതിൽ വേണം അല്ല എന്നുള്ളത്. അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. ജസ്റ്റ് ഇത് എങ്ങനെ ഏറ്റവും വൃത്തിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇല്ല എന്താ ഉദ്ദേശിക്കുന്ന സാധനം വെച്ചാൽ അത് എങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കാം എന്ന് ആലോചിക്കുള്ളൂ. അല്ലാതെ നമ്മുടെ ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. ആകെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അത് നമുക്ക് ഒരിക്കലും ബൈ ദ ബുക്സ് ഒന്നുമില്ല, നമുക്ക് റൂൾസ് ഒന്നുമില്ല. നമ്മൾ ഒരു ഫുട്ടേജ് കിട്ടുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഓക്കെ ഈ ഡയലോഗ് ഒരു ഗോൾഡൻ പ്രിൻസിപ്പിൾ കാണില്ല നമ്മൾ ഒരു അപ്രോച്ചിൽ എടുക്കുന്നത്. മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, അത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഓഡിയൻസിന് എൻ്റർടൈനിങ് ആക്കുക എന്നുള്ളത് ഞാൻ നോക്കാറുള്ളൂ. അതെങ്ങനെ പോയാലും അത് എൻ്റർടൈനിങ് ആയാൽ മതി, ഫൈനലി ആ പടം വർക്കായാൽ മതി. അതിന് റൂൾസ് ഒന്നുമില്ല. അപ്പം അത്രേ നോക്കാറുള്ളൂ. നമ്മൾ ഇന്നത് വേണം നമ്മൾ കൂടുതൽ ആലോചിച്ചാലേ പ്രശ്നം വരും. ഇൻസ്റ്റിങ്ക്റ്റ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണ് ഓഡിയൻസ്, അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഇവർക്ക് അത് ഇഷ്ടപ്പെടുമോ, അപ്പൊ നമുക്ക് ഇവർക്ക് ഇഷ്ടപ്പെടുന്നവരെ കട്ട് ചെയ്യാം, അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനം അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പടത്തിന് സോൾ ഉണ്ടാവില്ല. അപ്പം അതാണ് ഞാനിപ്പോൾ ഈ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമ്മുടെ എന്തുകൊണ്ടാണ് മലയാള സിനിമ ത്രൈവ് ചെയ്യുന്നത്, അത് ബൈ ദ ബുക്സ് പോകാത്തതുകൊണ്ടാണ്. ഇവിടെ എന്ന് കോർപ്പറേറ്റ് കൾച്ചർ വരുന്നോ അന്ന് മലയാള സിനിമ പോകും, അന്ന് മലയാള സിനിമയുടെ എല്ലാ ഇതും പോകും. ഇവിടെ എന്ന് സ്റ്റുഡിയോസ് കയറി വരുന്നു അന്ന് പോകും. ഇപ്പം ഞാൻ പറയാം, ഇപ്പം മുകുന്ദനോട് കഴിഞ്ഞിട്ട് എനിക്കൊരു OTT പ്ലാറ്റ്ഫോമിൽ നിന്നൊരു സീരീസ് ഡയറക്റ്റ് ചെയ്യാൻ ഓഫർ വന്നിരുന്നു. അതിൽ അവരുടെ റൂൾസിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിൽ എങ്ങനെയാണോ അതേപോലെ ഔട്ട് വരണം. എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് എഡിറ്റ് വരും, എഡിറ്റിൽ കുറേ മാറും. ആ മാറ്റങ്ങൾ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല, അവരുടെ റൂൾസിൽ അതുണ്ട്. ബൈ ദ ബുക്സ് എങ്ങനെയാണ് നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇൻസ്റ്റിങ്ക്റ്റ് അനുസരിച്ച് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് വേറെ രീതിയിലായിരിക്കും വരിക. ഓരോ ആക്ടറിനെ കാസ്റ്റ് ചെയ്യുമ്പോഴും പടം കംപ്ലീറ്റ്ലി മാറും, ചെറിയ ഡിസ്റ്റൻസ് ആയിരിക്കും മാറ്റങ്ങൾ വരിക. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റിലുള്ള പോലെ തന്നെ വരിക? അപ്പോൾ സ്ക്രിപ്റ്റിലുള്ള എക്സാക്ട് കട്ട് പോയിന്റ്സ് വേണമെന്ന് അവർ അതിൽ ഉണ്ട്, അഗ്രിമെന്റിലുണ്ട്. ഈ സ്ക്രിപ്റ്റിലുള്ള എക്സാക്ട്ലി അതേപോലെ വേണം, വരില്ല. സ്ക്രിപ്റ്റിലുള്ള സാധനം ആയിരിക്കില്ല, ഷൂട്ട് ചെയ്ത് വരുമ്പോൾ വേറെ ആയിരിക്കും. അപ്പോൾ ആ ഫുട്ടേജിന്റെ സ്ട്രെങ്ത് അനുസരിച്ചായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റ് അനുസരിച്ചായിരിക്കില്ല വരിക, മാറും. അതൊരിക്കലും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ സിനിമ മോശമല്ലേ ആവുള്ളൂ, നന്നാവില്ലല്ലോ. ബൈ ദ ബുക്സ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും വർക്കാവില്ല. അപ്പോൾ എഡിറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. പറഞ്ഞതിൽ എനിക്കൊന്ന് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഒരു എഡിറ്റർ എൻ്റെ അടുത്ത് മ്യൂസിക്കിന്റെ സ്റ്റെംസ് ചോദിച്ചത് അഭിയാണ്. അതായത് മ്യൂസിക്കിന്റെ ബീറ്റ്, ബേസ്, അങ്ങനത്തെ മ്യൂസിക് എലമെന്റ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് തരുമെന്ന് ചോദിക്കുന്നത്. സോ അതിൽ നിന്ന് പുള്ളി പല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു സീനിനെ കൺസീവ് ചെയ്യാം. ഇങ്ങനെ സീൻ വന്നാൽ അടുത്ത സീൻ ഇങ്ങനെ എടുക്കാം എന്നുള്ളൊരു ഐഡിയ പുള്ളിക്ക് അതിൽ നിന്ന്. അല്ല, അത് എന്താ സംഭവം വെച്ചാൽ ഇത് ഭയങ്കര മൈന്യൂട്ട് ഡിഫറൻസസ് സൗണ്ടിങ്ങിൽ സീനിനെ മാറ്റും. ഒരു പെർട്ടിക്കുലർ സീൻ നമ്മൾ ടെമ്പോ സെറ്റ് ചെയ്തിട്ട് അതിന്റെ മറ്റേ എന്തായാലും പെർക്കഷൻസ് അല്ലേ, പെർക്കഷൻസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഹ്യൂമറായി മാറും. അത് മാറി അതിന്റെ സ്ട്രിങ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫീൽ കംപ്ലീറ്റ്ലി മാറും. പക്ഷെ ഇവരെന്ത് ചെയ്യുന്ന നമ്മളൊരു സാധനം അപ്പം ഈ മ്യൂസിക്കിന് ചെറിയ ഡിഫറൻസ് വരെ സീനിനെ ലിഫ്റ്റും ചെയ്യാം, കൊണ്ട് കൊളാക്കും ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞാൻ ആ സ്റ്റെംസ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഗുണം എന്ന് പറയുന്ന സമയത്ത് പിന്നെ അവർക്ക് മിക്സിങ്ങിൽ അതേപോലെ ചെയ്താൽ മതി. അതേപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീല് കിട്ടും. നേരെ മറിച്ച് നമ്മൾ റെഫറൻസ് ട്രാക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് മ്യൂസിക് ഡയറക്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലുള്ള ഫീൽ അവർക്ക് കിട്ടില്ല. അല്ല, അങ്ങനെ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ ഞാൻ എന്റെ സിനിമകൾ അങ്ങനെ തന്നെ, മുകുന്ദൻ അങ്ങനെ തന്നെ ചെയ്തത്, ഗോദ അങ്ങനെ ചെയ്തത്, ആനന്ദം അങ്ങനെ ചെയ്തത്. എനിക്ക് പെർക്കഷൻസും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെംസ് വേണം. ആ സ്റ്റെംസ് അനുസരിച്ചിട്ട് ഞാൻ മ്യൂസിക് അനുസരിച്ച് എഡിറ്റും ഞാൻ മാറ്റും. അപ്പം ചില സ്ഥലത്ത് ഞാൻ ഫോക്കൽസ് കട്ട് ചെയ്യും, ചില സ്ഥലത്ത് വോക്കൽസ് ഇടും, ചില സ്ഥലത്ത് ഞാൻ മറ്റേ സ്ട്രിങ്സ് കട്ട് ചെയ്യും. അപ്പോൾ ഫീല് മാറും. അപ്പൊ ഈ ഫീലിനനുസരിച്ച് സീനിന്റെ ഡെലിവറി മാറും. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണത്, എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പലപ്പോഴും അത് പലവരും ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് ഈ റെഫറൻസ് മ്യൂസിക് വെച്ച് കട്ട് ചെയ്യുന്നതിന്റെ പ്രശ്നം. അത് നമ്മൾ ഈ പുറത്തുനിന്ന് ഹാൻഡ് സിമറിന്റെ മ്യൂസിക് വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതൊരിക്കലും വർക്കാവില്ല. നമ്മള് മ്യൂസിക് ഡയറക്ടറിന്റെ ട്രാക്ക് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ, അപ്പോഴേ പടം അടിപൊളി. നമ്മളുടെ ഹൈ പോയിന്റ് ചിലപ്പോൾ മ്യൂസിക്കിലേക്ക് ലോക്കാവാൻ സാധ്യത റഫറൽ മ്യൂസിക്കിൽ അല്ലേ. ഇതൊരു എന്നോട്ട് എന്നുള്ള രീതിയിൽ ഈ അവസാനം സിനിമ കയ്യിൽ വന്ന ആളെന്നുള്ള രീതിയിൽ എന്താണ് പെറ്റ് ഡിറ്റക്റ്റീവ് ആണെന്ന് സമ്മറൈസ് ചെയ്യാം. പെറ്റ് ഡിറ്റക്റ്റീവ് എന്താ പറയാ, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന കാര്യം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരു ടീം വർക്ക് ഉണ്ട് ഇതിനകത്ത്. പിന്നെ എല്ലാവരും ആ സ്ക്രിപ്റ്റിനെ എത്രത്തോളം എൻഹാൻസ് ചെയ്യാൻ പറ്റുമോ ക്രിയേറ്റീവ്ലി, അത് എല്ലാവരുടെയും ആ ഒരു ഇൻപുട്ട് പടത്തിൽ വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ ഇതൊരു എന്താ പറയുന്ന ഒരു ഫൺ റൈഡ്, എന്നാൽ വേറൊരു എക്സ്പീരിയൻസ്. എല്ലാ രീതിയിലും നമുക്ക് എന്ത് ക്രിയേറ്റീവ്ലി ഒരു ഫ്രഷ് സംഭവം ഓഡിയൻസിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ശ്രമം നമ്മൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ആർട്ടാണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എഡിറ്റ്
മ്യൂസിക്, സൗണ്ട് എല്ലാത്തിലും നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു ഫ്രഷ് പരിപാടി ആയിരിക്കും. ഈവൻ സ്ക്രിപ്റ്റിൽ ചിലപ്പോൾ സ്ക്രിപ്റ്റിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള അവസരങ്ങളിലൂടെ പോയെങ്കിലും പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു രീതി വേറെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മളിതിനെ ട്രൈ ചെയ്തിരിക്കുന്നത്. സോ അതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ശ്രമം, പരിശ്രമം, പരീക്ഷണം എല്ലാം ഇവര് പരീക്ഷണം നടത്തിയിട്ടാണ് ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതെല്ലാം ഗംഭീരമായിട്ട് ഭയങ്കര ഈസി, സിമ്പിൾ, ഇൻട്രസ്റ്റിംഗ് വാച്ച് ആണ്, ഫൺ ഫിലിം ഫൺ ഫിലിമാണ്. നമ്മള് വേറെ അങ്ങനെ ഭയങ്കര അത്ഭുതകരമായ ഒരു പരിപാടി ഒന്നും അതിനകത്തില്ല. അതിനകത്ത് ഏറ്റവും ഈസി ആയിട്ട് സിനിമ കാണാന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് അവസ്ഥയിൽ നമ്മളൊരു സീറോ സ്ട്രെസ്സിൽ ഇരുന്നിട്ട് സിനിമ എൻജോയ് ചെയ്യുക, അതിന് നല്ലൊരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് കൊടുക്കുക, അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യുക. അതിനകത്ത് അതിൻ്റെതായ ആ ഒരു സ്പേസിൽ വന്നിട്ടുള്ള ഹൈസും ഹാപ്പിനെസ്സും ഒക്കെ കൊടുത്തിട്ട് ഉള്ള ഒരു വാച്ച് എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും അതിനു വേണ്ടി പണിയെടുത്തിരിക്കുന്നത്. നമുക്കത് കാണുമ്പോഴും നമ്മളും അത് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ. അപ്പോൾ ആ ഒരു സ്പേസ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിശ്വസിക്കുന്നു. സാറ്റിസ്ഫാക്ടറി അതാണ്. എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. താങ്ക് യു. താങ്ക് യു.